തുമ്പിലും സംസാരം ഷെയ്റെ മുബാറക്ക് തന്നെ. നാവിന്റെ തുമ്പിലും നാടിമിടിപ്പിലും സംസാരം ഷെയ്റെ മുബാറക്ക് തന്നെ. നാടായ നാട്ടിലും വീടായ വീട്ടിലും സംസാരം ഷെയ്റെ മുബാറക്ക് തന്നെ. നാവിന്റെ തുമ്പിലും നാടിമിടിപ്പിലും സംസാരം ഷെയ്റെ മുബാറക്ക് തന്നെ. നാടായ നാട്ടിലും വീടായ വീട്ടിലും സംസാരം ഷെയ്റെ മുബാറക്ക് തന്നെ. നാവിന്റെ തുമ്പിലും നാടിമിടിപ്പിലും സംസാരം ഷെയ്റെ മുബാറക്ക് തന്നെ. നാടായ നാട്ടിലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിനെ ഹഖായി മനസ്സിലാക്കാനും ബാത്തിലിനെ ബാത്തിലായി കണ്ട് തിരസ്കരിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കേരളക്കരയിൽ മഹത്തായ ദീനുൽ ഇസ്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പ്രചരിച്ചു എന്നതാണ് പ്രബലമായ അഭിപ്രായം. 1921 വരെ കേരളക്കരയിൽ അന്ന് വരെ മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും അത് ബിദ്അത്തും ശിർക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളുമായി മുദ്രകുത്തപ്പെടുകയും ആ രൂപത്തിൽ ചില പ്രവർത്തനങ്ങളൊക്കെ കേരളക്കരയിൽ നടക്കുകയും അത് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇതിനൊരു തടയിട്ടിട്ടില്ല എങ്കിൽ, ഇത് തടഞ്ഞു നിർത്തിയിട്ടില്ല എങ്കിൽ കേരളക്കരയിൽ മഹത്തായ അക്കാലം വരെയും വളരെ സുന്ദരമായി സന്തോഷകരമായി നിലനിന്നു വന്നിരുന്ന ദീനുൽ ഇസ്ലാം കേരളക്കരയിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു പോകും, കേരളക്കരയിൽ ദീനില്ലാതെ പോകുമെന്ന് മനസ്സിലാക്കിയ അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭയ്ക്ക് ഇവിടെ ജന്മം നൽകിയത് എന്ന് നാം മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ വിശ്വാസം, ഈമാനിനെ ബാധിക്കുന്ന പ്രശ്നം, ആ പ്രശ്നത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകൃതമാകുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ മറ്റ് കാരുണ്യ പ്രവർത്തനത്തിന്റെ മേഖലയിലുമൊക്കെ പിന്നീട് കൈവച്ചു പ്രവർത്തിച്ചു എന്നല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകൃതമാകുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യന്റെ ഈമാൻ കാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത ഇന്നും ഈമാൻ കാക്കുന്ന ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ പുത്തൻ വിശ്വാസികളായ പുത്തൻവാദികളായ ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ, മറഞ്ഞ വഴിയിലൂടെ അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ, മറഞ്ഞ വഴിയിലൂടെ ഇവിടെ സഹായം ചോദിക്കാൻ സാധാരണക്കാരോട്, അല്ലെങ്കിൽ അതുപോലെ അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ തുടങ്ങിയവരോടൊന്നും കാര്യകാരണ ബന്ധങ്ങളില്ലാതെ സഹായം ചോദിക്കുക എന്നത് അത് തന്നെ ശിർക്കും ബിദ്അത്തുമാണ് എന്നവർ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ മൈലുകൾ അകലെയുള്ള ബിൽഖീസിന്റെ സിംഹാസനം വളരെ പെട്ടെന്ന് ഞൊടിയിട കൊണ്ട് തന്റെ മുമ്പിലെത്തിക്കാൻ കൽപ്പിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു സംഭവം പരിശുദ്ധ ഖുർആനിലുണ്ട്.
ആ സമയത്ത് ഇഫ്രീത്തും മിനൽ ജിന്ന് പറഞ്ഞത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ഇൽമ നൽകപ്പെട്ട മറ്റൊരു മനുഷ്യന്റെ ഒരു പണ്ഡിതൻ പറയുന്നത്, ഇമ വെട്ടി കണ്ണ് ചുമ്മി തുറക്കുന്നതിന്റെ മുമ്പ് വളരെ ഞൊടിയിട കൊണ്ട് ഞാനത് കൊണ്ടുവരാമെന്ന് പറയും. പരിശുദ്ധ ഖുർആനിൽ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാധാരണ വഴിയിലൂടെ അല്ലാതെ സഹായം ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, മൈലുകൾ അകലെയുള്ള ഒരു മുട്ടുസൂചിയല്ല, ഒരു വലിയ സിംഹാസനം അത് ഞൊടിയിട കൊണ്ട് കൊണ്ടുവരിക എന്നത് മനുഷ്യന്റെ കൈവല്ല, സാധാ മനുഷ്യന്റെ കൈവല്ല എന്ന് ഉറപ്പാണ്. പക്ഷേ എന്നിട്ടും അവിടെ സഹായം ചോദിക്കുമ്പോൾ, ആരാണ് കൊണ്ടുവരിക എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഇതുണ്ടാകുമ്പോൾ ഇത് ശിർക്കാണ്, ബിദ്അത്താണെന്ന് പറഞ്ഞാൽ ഖുർആനിൽ പോലും ശിർക്കും ബിദ്അത്തുമുണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. ഇങ്ങനെ മനുഷ്യന്റെ ഈമാനിനെ, വിശ്വാസത്തെ സ്പർശിക്കുന്ന, കാതലായ കാര്യത്തെ സ്പർശിക്കുന്ന ഒരുപാട് അബദ്ധവാദങ്ങളും ചിന്താഗതികളും ഇവിടെ പറയാനും എഴുതാനും തുടങ്ങിയപ്പോഴാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന് ഇവിടെ രൂപം നൽകി. അതിന്റെ ലക്ഷ്യവും ഈമാൻ കാക്കുക എന്നതാണ്. ഏറ്റവും വലിയ ലക്ഷ്യം അത് തന്നെയാണ്. ആ ഒരു ലക്ഷ്യത്തിലാണ് ഇന്നും സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്ക് സമസ്ത കൊണ്ട് ഇവിടെ കിട്ടിയ കാര്യമെന്ന് പലരും ചോദിക്കും. നിങ്ങളിവിടെ സ്കൂളുകൾ ഉണ്ടാക്കിയോ, ഏതെങ്കിലും വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിന്റെ ലക്ഷ്യം അതല്ല. അതൊക്കെ പിന്നീട് ആവശ്യത്തിന് പിന്നീട് കടന്നു വന്നു എന്ന് മാത്രം. ഒരു ഉദാഹരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ കേരളക്കരയിൽ ഏതൊരു പഴയ പള്ളി എടുത്തു നോക്കിയാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏത് രൂപത്തിലാണോ തറാവീഹ് ഇവിടെ ഉണ്ടായിരുന്നത്, ആ 20 റക്അത്ത് തറാവീഹ് തന്നെയാണ് കേരളക്കരയിലെ പഴയ പള്ളികളിലൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സലഫികളും അത്തരം ചിന്താഗതിക്കാരും ഉണ്ടാക്കിയ പുതിയ പള്ളികളിലല്ലാതെ കേരളത്തിലുള്ള എല്ലാ പഴയ പള്ളികളിലും പിന്നീടുണ്ടായ പള്ളികളിലുമൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിലൊക്കെ 20 റക്അത്ത് തറാവീഹ് നടന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു 19 കൊല്ലം മുമ്പ് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഗൾഫിൽ പോയ ആളുകൾ, കുറെ നേരത്തെ പോയിരുന്ന ആളുകൾ, അവരൊക്കെ പറയുന്നത്, ഞങ്ങൾ ഗൾഫിൽ ചെന്നപ്പോൾ അന്നെല്ലാ പള്ളികളിലും 20 റക്അത്ത് തറാവീഹ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പല പള്ളികളിലും, പല പഴയ പള്ളികളിൽ പോലും അത് ഇമാമിന്റെ ഇഷ്ടം പോലെ 10ഉം 8ഉം ഒക്കെ നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഗൾഫ് നാടുകളിൽ ഉണ്ടായത്? ഗൾഫ് നാടുകളിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ കാരണം, ഒരു പണ്ഡിത സഭ ഇത്തരം മനുഷ്യന്റെ കർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും നിയന്ത്രിക്കുന്ന, അതിന് കടിഞ്ഞാൻ പിടിക്കുന്ന സമസ്തയെ പോലെയുള്ള ഒരു പണ്ഡിത സഭ ഗൾഫ് നാടുകളിൽ ഇല്ലാതെ പോയതിന്റെ പേരിൽ അവിടെ ഇഷ്ടം പോലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ഓരോ വർഷം കഴിയുന്തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബിദഈ പ്രവർത്തനങ്ങൾ കേരളക്കരയിൽ നടന്നിട്ടും ഇന്നും കേരളക്കരയിൽ ബിദഈയായ പ്രസ്ഥാനം ക്ലച്ച് പിടിക്കാതെ പോകുന്നത്, എന്റെ പ്രിയമുള്ളവരെ, സമസ്ത എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാ പറയുന്നത്. സമസ്ത നിങ്ങൾക്ക് ഇവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി തന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവരോട് നിങ്ങളോട് പറയുന്നത്, സമസ്ത ഇവിടെ കെട്ടിടമുണ്ടാക്കുന്നതിനേക്കാൾ മനുഷ്യന്റെ വിശ്വാസത്തെ, അടിസ്ഥാനപരമായ വിശ്വാസത്തെ, നമ്മുടെ നേരത്തെയുള്ള പൈതൃകം, ആ പൈതൃകം കാത്തു സൂക്ഷിക്കുക എന്ന ഏറ്റവും ഉത്തമമായ ഒരു പണിയാണ് സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളക്കരയിൽ ഇന്നും മാറ്റമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ വടക്കേ ഇന്ത്യയിലേക്ക് ആലോചിച്ച് നോക്കൂ. അവിടെയൊക്കെ പല പള്ളികളും നേരത്തെ ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിരുന്ന പല പള്ളികളും ഇന്നത് തബ്ലീഗുകാരന്റെ കയ്യിലാണ്. എന്താ കാരണം? അവിടെയും ഇതുപോലെ ജനങ്ങളുടെ അംഗീകാരമുള്ള ഒരു പണ്ഡിത സഭ വടക്കേ ഇന്ത്യയിലും ഇല്ലാതെ പോയത് കൊണ്ടാണ് അവിടെയും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പള്ളികളും സ്ഥാപനങ്ങളും വ്യതിചലിച്ചു പോകാൻ കാരണം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്,
ഈ സമസ്ത എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന് കാവൽ നിൽക്കുന്ന, നമ്മുടെ വിശ്വാസത്തിന് തണൽ വിരിക്കുന്ന ഒരു പടുവൃക്ഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പടുവൃക്ഷത്തിന്റെ വേരുകൾ കൊത്തിയറുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഈ പടുവൃക്ഷത്തിന്റെ വേരുകളും ശിഖരങ്ങളും വെട്ടിമാറ്റാൻ മുതിരുക എന്നത് ദീനിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നട്ടുവളർത്തി തന്ന ഈ പടുവൃക്ഷം, ഇതിന് വെള്ളവും വളവും നൽകി ഇതിനെ സംരക്ഷിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമ്മളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാരെ ഏൽപ്പിച്ചു. അങ്ങനെ ആ ഉത്തരവാദിത്വം ഇന്ന് നമ്മളുടെ കൈകളിലാണ്. ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കേണ്ട വലിയ കടമയും ബാധ്യതയുമുള്ളവരാണ് നമ്മൾ എന്ന് നാം മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാജമുടി എന്ന് പറയുന്നത് അത് സംശയത്തിന്റെ നൂലാമാലകൾ മാറിയപ്പോൾ അത് വ്യാജമാണ് എന്ന് ഉറപ്പുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു സംഘടനാ പ്രശ്നമല്ല. ഒരുപാട് ആളുകൾ അങ്ങനെയാ മനസ്സിലാക്കിയത്. ഇതൊരു സംഘടനാ പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംഘടനയോട് കൂടെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. അവരോട് നമ്മൾക്ക് പറയാനുള്ളത്, ഇത് സംഘടനാ പ്രശ്നമല്ല, ഇത് ഈമാനിന്റെ പ്രശ്നമാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിദഈയ പ്രസ്ഥാനങ്ങൾ അന്നത്തെ മനുഷ്യന്റെ ഈമാനിനെ കടക്കൽ കത്തിവെക്കുന്ന പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും ഇവിടെ എഴുതുകയും പറയുകയും ചെയ്തപ്പോൾ സമസ്ത എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘടന ഉണ്ടാക്കിയത് മനുഷ്യന്റെ ഈമാൻ കാവൽ നിൽക്കാനും ഈമാൻ രക്ഷിക്കാനുമാണ്. അതാണ് സമസ്തയുടെ പ്രവർത്തനം. ആ സമസ്തയുടെ പ്രവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കും. ഇതൊരു സംഘടനാപരമായ സങ്കുചിതത്വമല്ല, ഇത് ഒരു LDF UDF പ്രശ്നമല്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്, നമ്മളേതായിരുന്നാലും ഇന്ന പാർട്ടിയാണ്, അതുകൊണ്ട് അവര് മറ്റേ പാർട്ടിയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ നമ്മൾക്ക് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, അന്ത്യനാളിൽ നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ നിൽക്കണമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ദുനിയാവിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് ചോദിച്ചു. ഇവിടെ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യാജമായ മുടി, ഇത് വ്യാജമാണ് എന്ന് പറയാൻ ഒരു വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ട്? ഈ മുടി കിട്ടിയത് ബോംബെയിലെ ഇക്ബാൽ ജാലിവാല നൂലാവാലയിൽ നിന്നാണെന്ന് അവര് തന്നെ സമ്മതിക്കുന്നു. എന്താണ് ഈ ഇക്ബാൽ ജാലി നൂലാവാലയുടെ കഥ? എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത് കെട്ടിക്കണക്കിനാണ് മുടി. ഒരു മുടിയല്ല, രണ്ട് മുടിയല്ല, മീറ്ററുകൾ നീളമുള്ള കെട്ടിക്കണക്കിന് മുടിയാണ്. അയാളുടെ കട്ടിലിന്റെ ചുവട്ടിൽ മുടിയാണ് ഇഷ്ടം പോലെ. കെട്ടിക്കണക്കിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം, അത് കെട്ടിക്കണക്കിന് മീറ്റർ കണക്കിന് നീളമുള്ളത് ഒരു മനുഷ്യന്റെ അടുത്തുണ്ടാവുക. അയാൾ ഇഷ്ടം പോലെ കാശ് കൊടുക്കുന്നവർക്ക് 5ഉം 8ഉം 18ഉം ഒക്കെ കൊടുക്കുക. നഊദുബില്ല. ഇത് ഈമാനുള്ള ഒരു മനുഷ്യന് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ സംഘടനാ സങ്കുചിത്വം മാറ്റി നിർത്തൂ, സംഘടനാപരമായ വിഷയങ്ങൾ മാറ്റി നിർത്തൂ. മരിക്കേണ്ടതല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇവിടെ നീളം എത്രയാണ് എന്ന് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ചെവിക്കുറ്റിയേക്കാൾ നീളമുള്ള ഒരു മുടിയെ കുറിച്ച് ലോക ചരിത്രത്തിൽ എവിടെയുമില്ല, ഒരു വലിയ പറഞ്ഞിട്ടില്ല, എവിടെയുമില്ല. ഇത് ഒന്നല്ല, രണ്ടല്ല, പിന്നെയോ മീറ്റർ കണക്കിന് മുടിയാണ്. അതും ഒരു മുടിയല്ല. നിങ്ങൾ ആലോചിക്കണം, ഇദ്ദേഹം ഷിയ ആശയക്കാരനാണെന്ന് അയാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാകുന്ന ചിഹ്നങ്ങൾ അവിടെയുണ്ട്. അയാൾ ജുമാക്ക് പോകാറില്ല, മറ്റൊരു കാര്യങ്ങളും ചെയ്യാറില്ല. അയാൾ ദീനുമായി ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ്. അയാൾക്ക് മുടി എന്നത് ഒരു ബിസിനസ്സാണ്.
അയാൾ കാശ് കൊടുത്താൽ പ്രവാചകന്റേതാണെന്ന് പറഞ്ഞിട്ട് അയാൾ വിൽക്കും. അയാൾ അങ്ങനെ വിറ്റുകൊള്ളട്ടെ, അതിൽ നമ്മൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഇത്രയും കെട്ടിക്കണക്കിനുള്ള മുടി വ്യാജമായി അവിടെ വെച്ച് പ്രവാചകന്റേതാണെന്ന് പറഞ്ഞു വിൽക്കുന്ന ഈ ഇക്ബാൽ നൂലാവാല പെരുങ്കള്ളനായിരിക്കെ അയാൾ മുറബിയായ ശൈഖാണെന്ന് പറഞ്ഞാൽ, അയാൾ വലിയാണെന്ന് പറഞ്ഞാൽ, അയാളുടെ പേരിൽ തർലിയത്ത് ചെല്ലണമെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ എതിർക്കേണ്ടി വന്നത്. ആ ബോംബെയിലുള്ള ഈ ഇക്ബാൽ ജാലി നൂലാവാലെ വിലായത്തിന്റെ പരിവേഷം നൽകി ആ മുടിക്ക് പരിവേഷം നൽകുക, അവിടെയാണ് നമ്മൾ എതിർക്കേണ്ടി വരുന്നത്. നമ്മൾ ആലോചിക്കണം, വളരെ എത്രമാത്രം ഗുരുതരമായ വിഷയമാണിത്. ഇതൊരു സംഘടനാ പ്രശ്നമല്ല, ഇത് ഈമാനിന്റെ പ്രശ്നമാണ്. നിങ്ങൾ അവിടെ നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് വിഷയമല്ല. ഇത് നാളെ റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് മാതിറത്തായിട്ട് പറയാനാണ്. പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ഇവര് പറഞ്ഞത്? ഇയാളുടെ അടുത്ത് കെട്ടിക്കണക്കിന് മുടിയുണ്ട് എന്ന് പറഞ്ഞപ്പം ഇല്ല എന്ന് നിഷേധിച്ചില്ല. എന്തുകൊണ്ട്? ആർക്കും പോയാൽ കാണാൻ കഴിയും. പക്ഷേ അതിന് പറഞ്ഞ മറുപടി ഒന്ന്, അവര് പറഞ്ഞു 6 വർഷക്കാലം. നിങ്ങൾ ആലോചിക്കണം, 6 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി വെട്ടിയില്ല. അങ്ങനെ പ്രവാചകന്റെ മുടി നീണ്ട് നീണ്ട് അരക്കെട്ടിന്റെയും താഴെ വന്നു. നഊദുബില്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നുവെങ്കിൽ ഇവിടെയുള്ള എല്ലാ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും മശായിഖന്മാരുടെയും മുടി എത്ര ഉണ്ടാകുമായിരുന്നു? അതൊരു സുന്നത്താകുമായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു ചരിത്രത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു വലിയ പറഞ്ഞിട്ടുണ്ടോ? ഒരു മശായിഖ് പറഞ്ഞിട്ടുണ്ടോ? ഒരു ഗ്രന്ഥത്തിലുണ്ടോ? ഇങ്ങനെ അരക്കെട്ടിന് ഒരു പെണ്ണിനേക്കാൾ നീളത്തിൽ പ്രവാചകന്റെ മുടിയുണ്ടെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞത് ഈമാനിന്റെ എങ്ങനെ ബാധിക്കുമെന്ന് പ്രിയമുള്ളവരെ, സത്യാന്വേഷികളെ, നിങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. ഇതൊന്നും വെറുതെയല്ല, അവരെഴുതിയ രേഖകൾ നമ്മുടെ കൈകളിലുണ്ട്. 6 വർഷത്തോളം മുടി വെട്ടാതെ ഒരു സ്ത്രീയേക്കാൾ കൂടുതൽ ചന്തിക്കെട്ടിന്റെ അരക്കെട്ടിന്റെ താഴേക്ക് നീണ്ട മുടിയുമായി ഇത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രവാചകന്റെ ഒരു അപരിഷ്കൃതനാണെന്നല്ലേ മനസ്സിലാക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ലോകത്തേതെങ്കിലും ഒരാൾ ഇങ്ങനെ മുടി നീട്ടിയത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പിന്നീട് അതത്ര ചേരുകയില്ലെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, അത് പ്രവാചകന്റെ മുടി നീളുന്നുണ്ട്. ഒരു വർഷത്തിൽ 1.3% മുടി നീളുന്നുണ്ട്. നഊദുബില്ലാഹ്. നിങ്ങൾ ആലോചിക്കണം, ഒരൊറ്റ കള്ളത്തരത്തിന് പിന്നെ എത്ര കള്ളത്തരം പറയേണ്ടി വരുന്നു? പ്രവാചകന്റെ മുടി നീളുന്നു, എന്നാൽ ലത്തീഫിയിലുള്ള മുടി, ആ മുടി നമ്മളൊക്കെ കണ്ടവരാണല്ലോ. അതെത്ര വർഷമായി? ഇന്നും അതേ ആ കൊച്ചുമുടി തന്നെയാണ്. എല്ലായിടത്തുള്ള മുടികൾ അതേ മുടികൾ തന്നെയാണ്. എവിടെയും വളർന്ന ചരിത്രമില്ല. പിന്നെ അവര് മുടി വളരുന്നു എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? ഇയാളുടെ അടുത്ത് കെട്ടിക്കണക്കിനാണ്. ഇതിനെ ന്യായീകരിക്കാൻ. എന്തൊരു പ്രശ്നമാണ്! ഇതൊരു സംഘടനാ പ്രശ്നമാണോ? നിങ്ങൾ ആലോചിക്കണം, നെഞ്ചത്ത് കൈവച്ച് ഈമാനുള്ളവൻ ആലോചിക്കണം. ഇങ്ങനെ പ്രവാചകനെ വർഷങ്ങളോളം മുടി വെട്ടാത്ത നീളക്കണക്കിന് മുടി, അതും ഒരാൾ ഒരു ബിസിനസ് പോലെ വിൽക്കുന്നു. എന്നിട്ട് അയാളെടുത്തു നിന്നുള്ള മുടി ശരിയാണെന്ന് വിശ്വസിക്കുന്നു. നഊദുബില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഒരൽപ്പമെങ്കിലും ഒരു ഹുബ്ബ് അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ചുണ്ടെങ്കിൽ എല്ലാ സംഘടനാ സങ്കുചിതങ്ങളും മാറ്റി നിർത്തിയിട്ട് ഈ പ്രശ്നത്തിനെതിരിൽ പ്രവാചകനെ ജനങ്ങളുടെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തുന്ന ഈ ദുർപ്രവർത്തിക്കെതിരിൽ നിങ്ങളൊക്കെ സംഘടിക്കേണ്ടതാണ്. സമസ്തയോടുകൂടെ വരണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്കൊക്കെ ആലോചിക്കാനുള്ള സമയങ്ങളും. ഇതൊന്നും ഒറ്റൊന്നും വെറുതെ പറയുകയല്ലല്ലോ, അതൊക്കെ രേഖകളുള്ളതാണ്. പിന്നീട് അവർ പറഞ്ഞത് മറ്റൊരു മുടി ഹസ്റജി കൊടുത്തു എന്നാണ്. ആരാണ് ഈ ഹസ്റജി? ഈ മുടി കൊടുത്ത മുഹമ്മദ് ഹസ്റജിയുടെ പിതാവ് അഹമ്മദ് ഹസ്റജി. അദ്ദേഹത്തോടൊപ്പം വർഷങ്ങളോളം ഒന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഒന്നായി വർഷങ്ങളോളം 10ഉം 25ഉം വർഷം ജീവിച്ച നമ്മുടെ ഉസ്താദുമാരുണ്ട് കേരളത്തിൽ. എന്റെ ഒരു ഉസ്താദുണ്ട് കേരളത്തിൽ. ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദെ, അങ്ങനെ നിങ്ങൾ 25 കൊല്ലം ജീവിച്ചിട്ട് അങ്ങനത്തെ ഒരു മുടിയുടെ കഥ ഇന്ന് വരെ ഞങ്ങളോട് ആരും ഈ അഹമ്മദിന്റെ പിതാവ് മുഹമ്മദ് ഹസ്റജി പറഞ്ഞിട്ടേ ഇല്ല.
മറ്റു പല മുടികളുടെ കഥ പറഞ്ഞെന്നല്ലാതെ ഒരു റബീഉൽ അവ്വലിലും അങ്ങനെ അദ്ദേഹം ഒരു മുടി കാണിച്ചിട്ടില്ല. അങ്ങനെ അവരുടെ കുടുംബത്തിൽ ഒരു മുടിയുള്ള കഥ 10-25 കൊല്ലക്കാലം പല വിഷയങ്ങളും ദീനിയായ പല വിഷയങ്ങളും ചർച്ച നടത്തി. അയാളുടെ വീട്ടിൽ അടുക്കള പണിയെടുത്തതല്ല, അയാളുടെ കച്ചകടപ്പീടികയിൽ തൊഴിലെടുത്തതല്ല, അവരോട് ഇതൊന്നും പറയില്ല. അവരുമായി ദീനിയായ പല പല വിഷയങ്ങളും സംസാരിക്കുന്ന അറബി ഭാഷയിലും കിതാബിലുമൊക്കെ ഈ മുഹമ്മദ് ഹസ്രജി എന്ന് പറയുന്ന അഹമ്മദിന്റെ പിതാവ് വർഷങ്ങളോളം ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്തവർ. അല്ലാതെ അയാളുടെ വീട്ടിൽ പണിയെടുത്തവരോ കച്ചവട സ്ഥാപനത്തിൽ പണിയെടുത്തവരോ അല്ല. ഇത്തരം ആധാറുകൾ എന്നല്ല, ഒരുപാട് വിഷയങ്ങൾ ദീനിയായ വിഷയങ്ങളെ കുറിച്ച് 10-25 കൊല്ലക്കാലം അവിടെ ജീവിച്ച് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു മുടിയെ കുറിച്ച് യാതൊരു സംസാരവും മുഹമ്മദ് ഹസ്രജി ഇവരോട് ആരോടും പറഞ്ഞിട്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ മകൻ ഔക്കാഫിലൊക്കെ എഴുതി കൊടുത്തല്ലോ, ഞങ്ങളുടെ കുടുംബത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നുള്ള ഒരു മുടി പോലും പരമ്പരാഗതമായി ഇല്ല എന്ന് കുടുംബങ്ങൾ എഴുതി കൊടുക്കുന്നു. അയാൾ മരിക്കുന്നവരെയും അയാൾ ആ കാര്യം അങ്ങനെ ഒരു വിഷയമേ ഉള്ളതായി ലോകത്താരോടും പറഞ്ഞു. എന്നാ പിന്നെ ഏതോ ഒരു മുടി അങ്ങനെ ഉണ്ടെങ്കിലോ എന്നൊരു ചോദ്യം. ഒരു മുടിയുടെ വിഷയമല്ലല്ലോ. മദീനയുടെ തിരുകേശം, മദീനയുടെ സമ്മാനം എന്ന ഇവരെഴുതിയ പുസ്തകത്തിൽ എഴുതിയത് ഈ ഹസ്രജിയുടെ കയ്യിൽ തിരുകേശത്തിന്റെ 2 കെട്ടുകൾ തന്നെയുണ്ട്. തിരുകേശത്തിന്റെ 2 കെട്ടുകൾ ഹസ്രജിന്റെ കയ്യിൽ, 1000 കെട്ടിന് കണക്ക് ബാലാനൂലാവാലന്റെ കയ്യിൽ. ഇതൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുടിയാണെന്ന് വിശ്വസിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് മരിക്കാൻ കഴിയുമോ എന്ന് ഈമാനുള്ളവർ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് സ്കൂളിന്റെ എണ്ണമോ സ്ഥാപനത്തിന്റെ എണ്ണമോ അല്ല, ഇത് ഈമാനിന്റെ പ്രശ്നം. ഈമാനുള്ള മുഅ്മിനീങ്ങളോട് ഇത് തുറന്നു പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഈ ബാധ്യത ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് പറയേണ്ടുന്ന ആശയങ്ങൾ, സത്യങ്ങൾ അത് ലോകത്തിന് മുമ്പിൽ പറയുക എന്ന സമസ്തയുടെ കടമയാണ്. നിങ്ങളെന്ന് പ്രതികരിക്കുന്നു എന്നതല്ല ഞങ്ങൾ നോക്കുന്നു. ഇത് ഞങ്ങളുടെ ധർമ്മമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. അത് പുറംപൂച്ചിന് വേണ്ടിയല്ല, എന്തെങ്കിലും മറ്റെന്തെങ്കിലും പരിപാടികൾ ഒപ്പിക്കാനല്ല. ഇത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഇതിവിടെ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എങ്ങനെയാണ്? അങ്ങനെ ജാലിബാലിന്റെ ഇത്രയും കെട്ടില്ല എന്ന് പറയണം എന്നല്ലാതെ തിരുകേശത്തെ എതിർക്കുന്നവര് മുബ്തദികളാണ്. അത് നമ്മളും പറയുന്നു. ഇവിടെ തിരുകേശത്തെ എതിർക്കുകയല്ല. ഒരാളുടെ കയ്യിൽ ഒറിജിനൽ നോട്ടുണ്ടായാൽ അതുകൊണ്ട് വലിയ ബിൽഡിങ്ങുകളും ഏക്കറക്കണക്കിന് ഭൂമികളും കിട്ടും എന്ന് ആരും പ്രസംഗിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? അത് സത്യമാണ്. പക്ഷേ ഒരു കള്ളനോട്ട് കൊണ്ടെന്ന് നേടാൻ കഴിയും എന്നതാ നമ്മൾ ആലോചിക്കുന്നത്. അതുപോലെ തിരുകേശത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ട് കാര്യമില്ല. തിരുകേശമാണോ അല്ലേ എന്ന്, ഇതല്ല എന്ന് ഇത്രയും വ്യക്തമായി ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ലോക മുസ്ലിങ്ങൾ വിശ്വസിച്ചു പോരുന്ന ഒരു വിശ്വാസമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ദാത്തിന്, തന്റെ ശരീരത്തിന്, തന്റെ മുടിക്ക്, തന്റെ വിയർപ്പിന് ഒക്കെ പ്രത്യേകമായി പുണ്യങ്ങൾ കരുതുന്നവരാണ് ലോക മുസ്ലിങ്ങൾ. ആ പ്രവാചകന്റെ മുടി വെളിച്ചെത്തി വെച്ചാൽ അതിന് നേരില്ല എന്നത് ലോക മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. ആ മുടി അഗ്നിക്കിരയാക്കിയാൽ തീ കത്തുകയില്ല എന്നത് ലോക മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. ആ മുടിയിൽ മധുരം പുരട്ടി പുറത്തു വെച്ചാൽ ഉറുമ്പരിക്കുകയില്ല, ഈച്ച വീഴുകയില്ല എന്നത് ലോക മുസ്ലിങ്ങളുടെ വിശ്വാസം. പക്ഷേ ഈ കൊണ്ടുവന്ന മുടി അത് ആളിക്കത്തുന്ന മുടിയാണ്. നിയലുണ്ട്, ഉറുമ്പും ഈച്ചയും ഒക്കെ വരുന്നു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് മുടിയല്ല, ഒറിജിനല്ല എന്ന് പറയാൻ കൈയാഞ്ഞിട്ടവർ എന്ത് ചെയ്തു? എലിയെ പേടിച്ച് ഇല്ലം ചുട്ടു എന്ന് പറഞ്ഞതുപോലെ ലോക മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ അവർ ചോദ്യം ചെയ്തത്. ലോക മുസ്ലിങ്ങൾ ഇന്ന് വരെ വിശ്വസിച്ചിരുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടിക്കുള്ള പ്രത്യേകത അവരുടെ കയ്യിലുള്ളതിന് പ്രത്യേകത ഇല്ലാതിരുന്നപ്പോൾ ആ വിശ്വാസമൊക്കെ പുരാണങ്ങളാണ്.
ഇങ്ങനെ പോയാൽ എവിടെ എത്തും? അതുകൊണ്ട് ഇവിടെ സത്യാന്വേഷികൾ ഉണ്ടാകും. നിങ്ങളോട് പറയാനുള്ളത് മറ്റവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഹൃദയമുണ്ട്. അവരെ ഇപ്പൊ ഇനിയിപ്പോ ഇതിന് മറുപടി പറയുകയാണെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്നൊക്കെ കുറെ കുട്ടികളെ വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തും. ആ കുട്ടികൾക്കറിയില്ല ഞങ്ങൾ എന്തിനാ വന്നത് എന്ന്. തിരിച്ചു കൊണ്ടുപോകും. അവർക്കറിയില്ല എന്തിന് ഞങ്ങൾ വന്നു, ഇവിടെ എന്താ വിഷയമെന്ന്. അതുകൊണ്ട് സത്യാന്വേഷികളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ LDF UDF മറ്റേതോ അതൊന്നുമല്ല ഇവിടെ വിഷയമുള്ള ചർച്ച. ഇവിടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുശേഷിപ്പുകൾ, ആ ശേഷിപ്പുകൾ എന്ന പേരിൽ കെട്ടിക്കണക്കിന് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്കും കിട്ടും. പക്ഷേ കേരളത്തിൽ വരാൻ നിങ്ങൾ പറയരുത് ഞങ്ങൾ പോകുന്നു എന്ന്. നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള ഒരു പെരുങ്കള്ളൻ ബോംബെയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുടി എന്ന് പറഞ്ഞു വെക്കുക. അതവിടെ വിറ്റോട്ടെ, നമ്മൾക്കും പ്രശ്നമില്ല. പക്ഷേ അത് അല്ലാഹുവിന്റെ ഹബീബിന്റേതാണെന്ന് കേരളക്കരയിലെ നിഷ്കളങ്കരായ മതവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇതെത്രമാത്രം സഹിക്കാൻ കഴിയാത്ത പാതകമാണ്. അതുകൊണ്ട് ഇതൊരു ധർമ്മയുദ്ധമാണ്, ഇതൊരു ധർമ്മ സമരമാണ്. ഈ സമരത്തിൽ നിന്ന് പ്രിയമുള്ളവരെ, ഒരു ഈമാനുള്ള ആൾ കൊരിഞ്ചു പോലും പിന്നോട്ട് പോവാൻ കഴിയില്ല. ഈമാനുള്ളവരൊക്കെ ഈ ധർമ്മ സമരത്തോടൊപ്പം അണിനിരക്കണമെന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണീത്ത് ഉസ്താദിന്റെയും ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളുടെയും നബറല്ലാഹു മനാഖിദഹുമാ, അവരുടെ വയസ്സായ കാലത്ത് അവരെ വളരെ ബുദ്ധിമുട്ടാക്കി, അവരെ കൊണ്ട് പലതും പറഞ്ഞു പരത്തി നടന്ന വിഘടിത വിഭാഗത്തിലെ ആളുകളെ പരിശോധിച്ചാൽ ഇന്ന് അല്ലാഹു തആല അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിന്റെ ദുരന്തം നമുക്ക് ബോധ്യപ്പെടും. വിഘടിത വിഭാഗത്തിന്റെ മുഷാവറയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അവർ കൊണ്ട് നടക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്ന് പറയുന്ന ഉള്ളാൾ തങ്ങൾ, അദ്ദേഹത്തെ ഇപ്പോൾ വിഘടിത വിഭാഗത്തിന്റെ ഒരു പരിപാടിയിലും നാം കാണുന്നില്ല. കാരണം എന്ത് എന്ന് അന്വേഷിച്ചാൽ നമുക്ക് ലഭിക്കുന്ന കൃത്യമായ വിവരം അദ്ദേഹത്തിന് തനി ഭ്രാന്താണ് എന്നതാണ്. നേരത്തെ ശംസുൽ ഉലമയെ പറ്റി കഫറ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് ലക്കും ലഗാനുമില്ലാതെ പിച്ചും പെടിയും പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ കഴിയാത്ത വിധം അവരുടെ സംഘടനാ പ്രവർത്തകരുടെ വലയത്തിലാക്കി കൊണ്ടു നടക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇവിടെ കൃത്യമായി ബഹുമാനപ്പെട്ട ബാരി ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും വിശുദ്ധ ഇസ്ലാമിന്റെയും നേരായ മാർഗത്തെ അനുധാവനം ചെയ്യുന്നവരാണ് നാം, അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത നമ്മുടെ നാട്ടിൽ നാളിതുവരെ പറഞ്ഞ വിഷയങ്ങളൊക്കെ സത്യസന്ധമായ വിഷയങ്ങളാണ്. ഒരു വിഷയത്തിലും സമൂഹത്തിൽ ഇന്നുവരെ സമസ്തക്ക് കളവ് പറയേണ്ടി വന്നിട്ടില്ല. പറഞ്ഞൊരു വിഷയത്തെ ഇന്നുവരെ സമസ്ത ഉലമാക്കൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എടുത്ത് പരിശോധിച്ച അയാൾ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അന്ന് മുതൽ ഇന്നുവരെ ഓരോ സമയങ്ങളിലും പറഞ്ഞ വിഷയങ്ങൾ, അദ്ദേഹം അവതരിപ്പിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മാറേണ്ടി വന്നു എന്നത്, അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടി വന്നു എന്നത് എത്രമാത്രം അബദ്ധവും അപകടകരവും. അയാൾ സമസ്തയിൽ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയത് അന്നത്തെ രാഷ്ട്രീയ വിഷയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു. തെളിച്ചു പറഞ്ഞാൽ മുസ്ലിം ലീഗ് നരകത്തിന്റെ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് ബാങ്കിലേക്ക് മത്സരിക്കുന്ന പാർട്ടിയാണ്, മുസ്ലിം ലീഗിൽ വനിതകൾ മത്സരിക്കാറുണ്ട് എന്ന് തുടങ്ങി ലീഗിനെതിരെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആദ്യം വിഷയം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതേ മുസ്ലിം ലീഗിന്റെ നായകന്മാരെ അദ്ദേഹം അംഗീകരിച്ചത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്? മുജാഹിദ്, ജമാഅത്ത് അടക്കമുള്ള അവാന്തര വിഭാഗങ്ങളുമായി സമസ്ത ഉലമാക്കൾ സഹകരിക്കുന്നു എന്നാണ്. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കാണും മലപ്പുറത്ത് മദ്രസയുടെ ഗ്രാന്റ് വിതരണം ഉണ്ടായിരുന്നു. ആ ഗ്രാന്റ് വിതരണം മലപ്പുറത്ത് നടന്നപ്പോൾ ആ വേദി നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വേദിയിൽ ഹുസൈൻ മടവൂർ മുജാഹിദ് നേതാവാണ്, ജമാഅത്ത് നേതാക്കന്മാരുണ്ട്, മുജാഹിദ് ജമാഅത്ത് നേതാക്കന്മാരുണ്ട് എന്നതല്ല വിഷയം. സുഹറ മമ്പാട് എന്ന് പറയുന്ന മലപ്പുറം ജില്ലാ ചെയർപേഴ്സണായ മുജാഹിദ് പ്രവർത്തകയായ ഒരു പെണ്ണ് ആ വേദിയിലുണ്ട്.
ആ വേദിയിലാണ് വിഘടിത വിദ്യാഭ്യാസ ബോർഡിന്റെ കിണാശ്ശേരിയിലെ കോയ മാസ്റ്റർ പങ്കെടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ മുജാഹിദ് ജമാഅത്താദി വിഭാഗങ്ങൾ പങ്കെടുത്ത വേദിയിൽ ഇരുന്നതിന് തെറ്റായി കണ്ട ആളുകൾ മുജാഹിദും പെണ്ണുമായ സൂറ ഇരിക്കുന്ന വേദിയിൽ പങ്കിടുന്നത് വിഷയമല്ലാത്ത രീതിയിൽ അവിടെയും അവരുടെ വഷളത്തരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഈ മുടി സംബന്ധമായി നമ്മൾ പറയും, ആ വിഷയത്തിലേക്ക് നമ്മൾ ഇവരെ നോക്കൂ. നിങ്ങൾ ഇവിടെ നമ്മൾ ഉന്നയിക്കുന്ന വിഷയം, നമ്മൾ പറഞ്ഞ വിഷയം എന്താണ്? ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കിന് ബർക്കത്തില്ല എന്നതല്ല, ഹബീബായ തങ്ങൾക്ക് ബർക്കത്തില്ല എന്ന വിഷയമല്ല നമ്മൾ പറഞ്ഞത്. കാന്തപുരം ഈ നാട്ടിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുടി പ്രവാചകന്റേതല്ല എന്ന അതിന്റെ വിനയത്തിന് പകരം ഹബീബായ പ്രവാചകരുടെ ഉസ്സത്തുകളെയും പ്രവാചകന്റെ പ്രത്യേകതകളെയും പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ സമയം നീക്കുന്നു എന്നതാണ് ഏറ്റവും അബദ്ധമായ കാര്യം. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ മെരിറ്റിലേക്ക്, ഈ വിഷയത്തിന്റെ മർമ്മത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇവിടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഹദീസിൽ കാണാൻ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞെടുത്ത്, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ ഇന്ന സ്വലാത്തക്കും മാറൂലത്തുൻ അലയ്യ എന്ന് പറഞ്ഞെടുത്ത്, നിങ്ങളെ സ്വലാത്തുകൾ എനിക്ക് അതാത് സമയത്തെത്തും, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾക്ക് ഞാൻ ആ സമയത്തിന്റെ മറുപടി പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബത്തിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ തിരുദൂതരെ വകതരിംത, അങ്ങ് കബറിൽ കൊണ്ടുവച്ചാൽ ആ തിരുഭൂമേനി മണ്ണോട് ചേർന്ന് പോയി, മണ്ണിൽ ചേർന്ന് പോയ അങ്ങ് എങ്ങനെ ഞങ്ങളോട് സംവദിക്കാൻ, ഞങ്ങളെ സ്വലാത്തിന് ഉത്തരം പറയാൻ എന്ന് ചോദിച്ചപ്പോൾ ഹബീബിന്റെ മറുപടി അല്ലാഹു തആല അമ്പിയാക്കന്മാർക്ക് പ്രവാചകന്മാരെ തിരു ശരീരത്തെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ ഹബീബിന്റെ ശരീരം മണ്ണിന് നിഷിദ്ധമാണ്. അത് മണ്ണ് തൊടാത്ത, ആ മണ്ണ് തൊടാത്ത തിരുശരീരം, ആ ശരീരത്തെ അല്ലാഹു തആല എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും അല്ലാഹു യസ്മുക മിനന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞതാണ്. ആ സംരക്ഷണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ ജിസാൻ മാഹി എന്ന് പറയുന്ന വിഘടിത വിഭാഗത്തിന്റെ പ്രധാന പ്രവർത്തകൻ നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട നിരവധി ഫോൺ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെത് മാത്രമായ ശബ്ദങ്ങൾ കൃത്യമായി ഈ മർക്കസിൽ കൊണ്ടുവച്ച മുടി പ്രവാചകന്റെ അതല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്ന നിരവധി തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. എന്നിട്ടും ഇന്നലെ പൂനൂരിൽ വന്നുകൊണ്ട് ഇതേ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഈ സമൂഹത്തോട് പറഞ്ഞ ആ കള്ളത്തരം നോക്കൂ നിങ്ങൾ. ഇത്രമാത്രം കള്ളത്തരം വിളിച്ചു പറയാൻ മടിയില്ലാത്തവരായി നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ, നാളെ മഹ്ശറിൽ, നാളെ ഖബറിൽ കടക്കേണ്ടി വരും. മഹ്ശറിൽ വരും, ഒരു ജന്നത്തുണ്ട്, ഒരു നാറുണ്ട്, ഒരു പരലോകമുണ്ടെന്ന വിശ്വാസം തീരെ തിണ്ടാത്ത വിധം ഒരു നാടൻ മനുഷ്യനെ പോലും, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഫാസിക്കായ ഒരാളെ പോലും നാണിപ്പിക്കുന്ന വിധമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ മാസപ്പിറവി ഒരു വിവാദം ഉണ്ടായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലുട്ടി മുസ്ലിയാർ പറഞ്ഞൊരു വാക്കാണ്. അന്ന് ഒരു കാര്യം കൂടി, ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി ഞാനും തമ്മിൽ മുക്കത്ത് ഒരു മഹല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിഷയത്തിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗം നടത്തിയിരുന്നു. 3-ാമത്തെ പ്രസംഗത്തിന് അദ്ദേഹം മറുപടി പറയാൻ വന്നില്ല. അതിന് ഞാൻ ഈ കഴിഞ്ഞ വർഷം കുന്നമംഗൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അപ്പോഴേക്കും എനിക്കത് അതിന്റെ സത്യം ബോധ്യപ്പെടുന്നതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന്. അപ്പൊ അന്ന് ആ മാസം ഉറപ്പിച്ച്, കാന്തപുരം മാസം ഉറപ്പിച്ച സമയത്ത് ബഹുമാനപ്പെട്ട മരിച്ചുപോയ PC കുഞ്ഞാലക്കുട്ടി മുസ്ലിയാരിനോട് അന്ന് പറഞ്ഞിരുന്നു, ഇയാൾ ഫാസിക്കാണ്, കാന്തപുരം ആദിലല്ല, കാന്തപുരം ഫാസിക്കാണ്. അന്ന് ആ മഹാനുഭാവൻ പറഞ്ഞത് കൃത്യമായി നമുക്കിന്ന് ബോധ്യപ്പെടുകയാണ്. ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയല്ല എന്ന് കാന്തപുരത്തിന് അറിയാം, കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീമിന് അറിയാം, പൊന്നമളക്ക് നേരത്തെ അറിയാം. എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടൊരു വിഷയത്തെ സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങൾക്കൊരു അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരു അബദ്ധം സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാ? അന്ന് ഭവിച്ച അബദ്ധത്തെ അംഗീകരിക്കലാണല്ലോ സത്യം എന്ന് പറയുന്നത്. എന്നാൽ വേറെ പഴയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അക്കാലഘട്ടത്തിലെ മദീനയിലെ ജൂത ക്രൈസ്തവ വിഭാഗം സ്വീകരിച്ച സമീപനത്തെ പറ്റി വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അവരുടെ ഇനാദിനെ പറ്റി, അവരുടെ മത്സര ബുദ്ധിയെ പറ്റി, ദുർവാശിയെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ദുർവാശിയുമായിട്ടാണ് ഇവർ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له.
ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق. കേരളത്തിൽ ഇപ്പോൾ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു കേസ്. അതുമായി ബന്ധപ്പെട്ട ചർച്ച കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല ലോകത്തുള്ള ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ മതപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അതിന്റെ ഭാഷാപരമായ അർത്ഥം തന്നെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവർ. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ അർശിനേക്കാളും കുർസിയിനേക്കാളും ലൗഹിനേക്കാളും കലമിനേക്കാളും കഅബാലയത്തെക്കാളും എല്ലാം ശ്രേഷ്ഠം സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ എല്ലാം അമാനുഷികമാണ്, എല്ലാറ്റിലും അത്ഭുതമാണ്, ഒന്നും സാധാരണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും, അവിടുന്ന് പഠിപ്പിച്ചൊരു ഇൽമ് പഠിപ്പിക്കൽ പോലും, അവിടുന്ന് പറഞ്ഞു തന്നൊരു ഹദീസ് വായിക്കൽ പോലും ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിമിന് അസാമാന്യ പ്രതിഫലം നൽകുന്ന കാര്യമാണ്. അത്ര വിശാലമായ ഒരു ചർച്ച ഈ വിഷയത്തിലുണ്ട്. ഇത് കേവലം ഒരു നിസ്സാര വിഷയമല്ല. ഇതിൽ അത്യാപൂർവമായ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കാനത്തും അവിടുത്തെ പ്രത്യേകതയും അവിടുത്തെ ദാത്തു ശരീഫയുടെ പ്രത്യേകതയും അതിന്റെ തബറുക്കാത്തുകളും സുബ്ഹാന ജല്ല വഅല ഒരു മനുഷ്യന് സങ്കല്പിക്കാവുന്നതിന്റെയും അപ്പുറമാണ്. ഇവിടെ ഷൗഖി അഹമ്മദ് ഷൗഖിയുടെ ഒരു കവിത, ആധുനികനായ ഒരു അറബി കവി, നഹ്ജുൽ ബുർദയുടെ മുസന്നിഫ് ഷെയ്ഖ് അഹമ്മദ് ഷൗഖി റഹിമഹുല്ലാ, നഹ്ജുൽ ബുർദയിൽ ഒരു പ്രയോഗം, മാദാ അഖൂലു വമാ യുഫ്ലാ ബിഹി ഖലമി ഫഇന്ന മദ്ഹക ഫൗഖൽ വസ്ഫി വൽ കലിമി മാദാ അഖൂലു വമാ യുഫ്ലാ ബിഹി ഖലമി. ഞാൻ എന്ത് പറയും, ഞാൻ എന്ത് എഴുതും? തീർച്ചയായിട്ടും അവിടുത്തെ പ്രകീർത്തനം സങ്കല്പിക്കുവാനോ പറയുവാനോ ആവുന്നതിന്റെയും അപ്പുറത്താണ്. അപ്പൊ നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് സങ്കല്പിക്കാനാവാത്ത, പറയാനാവാത്ത ഒരുപാട് ശ്രേഷ്ഠതകളുടെ ഉടമയായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ വിശുദ്ധിയുണ്ട്, അതിൻ്റെതായ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. കേരളക്കരയിൽ സമീപകാലത്ത് ഇത്തരമൊരു വിവാദം ഉണ്ടാകാനുണ്ടായ കാരണം വെളിപ്പെടുത്താത്ത ചില ഉറവിടങ്ങളിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തു ശരീഫയുടെ ഭാഗമെന്ന് പറഞ്ഞ് ഒരു മുടി കൊണ്ടുവന്നു. ഞാൻ ആദ്യം പറഞ്ഞ ആമുഖം അത് ചുരുക്കി പറഞ്ഞതാണ്. പറയാനോ സങ്കല്പിക്കാനോ ആവാത്ത ശ്രേഷ്ഠതയുടെ നമ്മുടെ ശുപാർശകരായ നമ്മളെ എല്ലാമെല്ലാമായ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തു ശരീഫയുടെ ഭാഗമെന്ന നിലയിൽ ഒരു സാധനം കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 10-13 കിലോമീറ്ററിന്റെ അപ്പുറമുണ്ട് എന്നാണ് കള്ളന്തോടുകാരനായ ഒരു മുസ്ലിം കേൾക്കുന്നത്. അല്ലേ? ഒരു 10-13 കിലോമീറ്ററുകൾക്കപ്പുറം സയ്യിദുന അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തു ശരീഫയുടെ ഒരു ഭാഗം സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കൂ, അത് ഒറിജിനൽ ആണെങ്കിൽ എന്ത് അനുഗ്രഹമായിരിക്കും. ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാകുമ്പോൾ അതിന്റെ തെളിവ് ചോദിക്കേണ്ട ആവശ്യം വരാറില്ല. അത് പറയുന്നവർ ആദ്യം തന്നെ തെളിവാണ് പറയാ. ഒരു ഹദീസ് പറയുകയാണെങ്കിൽ ആദ്യം ഹദീസ് അല്ല പറയാ,
റാബിയെ കുറിച്ചാണ് പറയാ. ആ റാബി നിവേദക പരമ്പര, ഗ്രന്ഥം ജംഅ ചെയ്ത ആളിലേക്ക് എത്തുന്ന നിവേദക പരമ്പര പറഞ്ഞിട്ടാണ് ഹദീസ് പറയാ. അതാണ് അതിന്റെ സ്വീകാര്യതയുടെ മാനദണ്ഡം. ഒരു സഹാബി വബിസ്സനദിൽ മുത്തസിലതി ഇലൽ ഇമാമിൽ മുത്ഖിനിൽ ഹാഫിളി എന്നിങ്ങനെ പറഞ്ഞ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൽ സന്ധിക്കുന്ന ഒരു ഹദീസ്. ഖാല ഹദ്ദസനാ എന്ന് പറഞ്ഞ് അവിടുത്തെ ശൈഖിന്റെ പേര് പറയും. അത് കഴിഞ്ഞ് ഹദ്ദസനാ അവിടുത്തെ ശൈഖിന്റെ പേര് പറയും. അങ്ങനെ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ സന്ധിക്കുന്നവരുടെ പേര് ആദ്യം പറഞ്ഞിട്ടാണ് അൻ അബീ ഹുറൈറത അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. ഇനി ഈ പറയപ്പെട്ട മുഴുവൻ ആളുകളുടെയും ജീവിത ചരിത്രം, അവരുടെ രേഖ, അവരുടെ അറബി ഭാഷയിലുള്ള കഴിവ്, അവരുടെ ഖുവ്വത്ത് ഹാഫിള, ഹൃദ്യസ്ഥമാക്കാനുള്ള ശാരീരികമായ കഴിവ്, പ്രായാധിക്യം കൊണ്ട് അവർക്ക് മറവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹദീസ് സ്വീകരിക്കൂല. ഹദീസ് സ്വഹീഹായിരിക്കും, പക്ഷേ അയാൾക്ക് മറവി രോഗമുള്ള ആളാണ്. ഇപ്പൊ രണ്ട് ഹദീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ പാലിച്ചിട്ടാണ് ഒരു തിരുവചനത്തെ മുസ്ലിം സമുദായം സ്വീകരിച്ചത്. അതല്ലാതെ ആ മാനദണ്ഡങ്ങൾ നമ്മൾ വെച്ചു. പിന്നീട് ചില ആളുകൾ ഹദീസിൽ കൈകടത്തലുകൾ നടത്താൻ ശ്രമിച്ചു. ജൂതന്മാരും ക്രിസ്ത്യാനികളും സിയോണിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും എല്ലാം ശ്രമം നടത്തി. ആ ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞത് അതിന്റെ നിവേദക പരമ്പര നോക്കിയിട്ടാണ്. ആ നിവേദക പരമ്പരയിൽ സനദിൽ തകരാറ് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ല, ആ കാലഘട്ടത്തിൽ ഇയാൾ ജീവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ശിഷ്യനില്ല. ഒരാളൊരു ഹദീസ് പറഞ്ഞു, അയാളെ ചരിത്രം അറിയൂല, എന്നാൽ എന്താ പറയാ, ഹദാ ഹദീസുൻ മസ്റൂഖുൻ ലിഅന്നഹു മജ്ഹൂലുൻ ഫി താരീഖ്. ഈ ഹദീസ് നമ്മൾ സ്വീകരിക്കൂല. എന്തുകൊണ്ട്? ഈ ഹദീസിനെ നിവേദനം ചെയ്ത നിവേദകൻ മജ്ഹൂലുൻ ഫി താരീഖി, ചരിത്രത്തിൽ അയാളെ കുറിച്ചൊരു വിവരം ലഭ്യമല്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇസ്ലാമിക സമൂഹം അങ്ങനെയാണ് ഈ കാര്യത്തെ സ്വീകരിച്ചത്. മജ്ഹൂലുൻ ഫി താരീഖ്, ചരിത്രത്തിൽ അറിയാത്ത ഒരാളാണ്. വേറെ ഹദീസ് വന്നു, അപ്പൊ പറയും ലിഅന്നഹു കസുറ ഫീഹിൽ ഗലത്ത്, അയാള് ഒരു ഗലത്ത് കൂടിയ ആളാണ്, പിഴവ് സംഭവിക്കുന്ന ആളാണ്, അതുകൊണ്ട് അയാൾ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. വേറെ ചില ആളുകൾ വരുമ്പോ പറയും ഈ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. എന്താ കാരണം? ലഹറ മിൻഹുൽ ഫിസ്ഖ്, അയാളിൽ നിന്ന് ചില ഫാസിഖിന്റെ സ്വഭാവം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ്റൂല. ചിലപ്പോ വേറെ ഹദീസ് പറയുമ്പോ എന്ത് പറയും? ഇയാൾ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല ലിഅന്നഹു കദിബ, അയാൾ കളവ് പറഞ്ഞ ആളാണ്, ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കളവ് ഇതും ആകാലോ എന്നൊരു സാധ്യത വെച്ചിട്ട് ഹദീസ് സ്വീകരിക്കൂല. ഇങ്ങനെയാണ് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള എല്ലാ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിനെയും പരിശുദ്ധമാക്കപ്പെട്ട വസ്തുക്കളെയും ഈ സമുദായം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ കാവലാളുകളായി, ഖാദിമീങ്ങളായി, ഇത് പ്രചരിപ്പിക്കുന്നവരായി, ഇതിന്റെ ചരിത്രം പഠിക്കുന്നവരായി, ഇതിന്റെ ലബത്ത് നിശ്ചയിക്കുന്നവരായി നൂറുകണക്കിന് അഖ്താബുകളായ പണ്ഡിതന്മാർ അവരുടെ ജീവിതം ഹോമിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് ഒരു കളിയാ പിന്നെ നടന്ന് പൂനൂർത്തെ പ്രസംഗം. എന്തായാലും ഒഴിഞ്ഞ സമയത്തായാലും കുറെ ഞാൻ കേട്ടു. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താ വെച്ചാല് 2 കൊല്ലായിട്ട് മൗനവ്രതത്തിലായി, മിണ്ടൂല. ഇത് മിണ്ടണല്ലോ, അപ്പോഴല്ലേ കള്ളത്തരം പൊളിയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു 1000 പ്രസംഗം നടത്തുന്നതിനേക്കാൾ നല്ലത് പേരോട് ഒരൊറ്റ പ്രസംഗം നടത്തലാണ്. ഞങ്ങൾ അതാ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എന്താ പരിപാടി തുറന്നു പറയാൻ ഇപ്പൊ കഴിഞ്ഞല്ലോ. ഇനി പറയാക്കാൻ പറ്റും, ഇനി കള്ളന്തോടർക്കും പറയേണ്ടി വരും. കാരണം AP പറഞ്ഞാൽ പിന്നെ കള്ളന്തോട് പറയാൻ പറ്റും. പറയണങ്ങൾ അപ്പോഴേ കള്ളന്തോടർ പഠിക്കുള്ളൂ. മനസ്സിലാണ്ടല്ലോ, സ്വന്തം കുറവ് മനസ്സിലാവൽ അപ്പോഴാണ്. ഞങ്ങൾ ആരും ജയിക്കാൻ വേണ്ടി തർക്കിക്കണില്ല. ഞങ്ങളെ മറുപക്ഷത്തുള്ളവർ സത്യം പറയണം. ഞങ്ങൾക്ക് മനസ്സിലാക്കാത്ത സത്യം അവർ പറയുമ്പോൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാകുമല്ലോ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അറിവിന്റെ സമ്പാദനം അങ്ങനെയാണ്. അറിവിന്റെ ലോകത്തുണ്ടാകുന്ന തർക്കം അങ്ങനെയാണ്. അതിൽ ഇത്തരം പറയപ്പെട്ട വാദങ്ങളൊന്നുമില്ല. ഓരോരുത്തരും അവരെ അറിവനുസരിച്ച് പറയും, അതിൽ നിന്ന് ശരി മനസ്സിലാക്കപ്പെടും. അങ്ങനെയാണ് ലോകത്ത് അറിവ് വ്യാപിച്ചിട്ടുള്ളൂ. സമൂഹം സംവദിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്മാർ പരസ്പരം സംവദിക്കുന്നുണ്ട്, പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്, അവനവന്റെ ശരി പറയുന്നുണ്ട്. അത് പറയണം. ഒളിച്ചിരിക്കായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്താ ചെയ്യാ, ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഇനി നല്ല പരിപാടി
എല്ലാരെയും എല്ലാ പുലികളെയും മാളത്തിൽ പോയി വേട്ടയാടലാണെന്ന് തോന്നി. ആദ്യമായി വണ്ടി ഞാൻ തൃക്കരിപ്പൂരിലേക്ക് വിട്ടു. മുജീബുണ്ടായി. അവിടെ ഞാൻ പ്രസംഗിച്ചു. പ്രസംഗത്തിൽ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, ഈ കേസിലെ ഒന്നാം പ്രതി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണെങ്കിൽ രണ്ടാം പ്രതി വന്യ വയോധികരായ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. മൂപ്പര നാട്ടിലാണല്ലോ, നമ്മൾ നല്ല സ്നേഹിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഉണ്ടോ സ്നേഹം? പക്ഷെ സ്നേഹം അത് വേറെ വിഷയം, സൗഹൃദം അത് വേറെ വിഷയം. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണല്ലോ, നിങ്ങൾ മർക്കസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. അവിടെ നിങ്ങൾ യോഗം കൂടുന്ന 2ാം നമ്പർ റൂമിന്റെ അപ്പുറത്തൊരു അലമാരയിൽ ഈ സാധനം സൂക്ഷിച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ട് പറയാതെ മിണ്ടാതിരിക്കുന്നതിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ നല്ലോണം പറഞ്ഞു. ഞാൻ കോഴിക്കോട് എത്തിയപ്പോഴേക്ക് തേജസ്സിൽ പ്രസ്താവന വന്നു. അപ്പൊ എനിക്ക് തോന്നി, ഏൽക്കുന്നുണ്ട്. എന്താ പ്രസ്താവന? എന്റെ നിശബ്ദത ആരും അനുകൂലമായോ പ്രതികൂലമായോ വ്യാഖ്യാനിക്കരുത്. അയാൾ പറഞ്ഞു ശരി. അപ്പൊ ഒരു സ്റ്റെപ്പ് കയറിയല്ലോ. മുണ്ടാതെക്കാന്ന് പോയിന്റ് മാറ്റം വന്നു അല്ലെ? നിശബ്ദത അനുകൂലമല്ല, പിന്നെന്തല്ല, പ്രതികൂലമല്ല, നിശബ്ദതയാണ്. ശരി, മതി. അത്ര നമ്മൾ പറയുന്നുള്ളൂ, മതി. അനുകൂലമല്ലല്ലോ നിശബ്ദത, നമുക്കത് ആവശ്യമുള്ളൂ. പ്രതികൂലം എന്ന് പറഞ്ഞാൽ മൂപ്പരന്നെ പ്രതികൂലമായിട്ട് നമുക്കൊന്നും പറ്റിയില്ല. പിന്നെ മൂപ്പര നിശബ്ദ പ്രതികൂലമായിട്ട് ഒരാൾ മൂപ്പരാൾ ഇറങ്ങിപ്പോയ ആൾക്കാരുടെ കൂട്ടത്തിൽ മൂപ്പരുണ്ടായില്ലല്ലോ. എന്നെ പോലത്തെ ചെറുപ്പക്കാരെ പറഞ്ഞു പറ്റിക്കാൻ മുമ്പിൽ മൂപ്പരില്ലേനു. അപ്പോ നമ്മൾ പറഞ്ഞു ഓക്കെ, നിശബ്ദത അനുകൂലമല്ല. കഴിഞ്ഞു. അടുത്ത പിറ്റേ ദിവസത്തെ പരിപാടി നമ്മളെ പേരോടിന്റെ സ്വന്തം സ്ഥാപനത്തിന്റെ മുമ്പ് നടത്തി പ്രസംഗിച്ചു. അവിടെ പ്രസംഗത്തിന് നല്ല റിസൾട്ട് കിട്ടി. കുറെ ആളുകളെ ഇത് മാറി. ഇൻഷാ അല്ലാഹ് വൈകാതെ അവർ സുന്നി ഐക്യ സമ്മേളനം നടത്താൻ പറഞ്ഞു. അവരോട് ആ മാറിയ ആൾക്കാരെ കൂട്ടിയ സമ്മേളനം കോഴിക്കോട് ജില്ലയാണ്. അതിൽ പേരോടിന് ശരിക്കും ഏറ്റിട്ടുണ്ട്. ആ GMC ഒക്കെ അവിടെ വന്നില്ലേ സമ്മേളനത്തിന്. ആ പിന്നെ മനസ്സ് ചെറിയ വണ്ടിയിലൊന്നും പോയാല് മാനവികത ഉണരുമല്ലോ. ഒരു GMCയിൽ പോയതൊക്കെ ഉണർന്നാലോ പരീക്ഷണം. എന്നാൽ അത് വന്നാ അവിടുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ പരിപാടി നടന്നത് ഒന്ന് പൂനൂരും മറ്റൊന്ന് ഒതുക്കങ്ങൽ 2 ആളുണ്ട് നമുക്ക്. ഒന്ന് സുലൈമാൻ മൗലവിയുണ്ട്, തൊട്ട താഴത്ത് അബ്ദുൽ ഖാദർ മുസ്ലിയാരുണ്ട്. 2 ആളെ നാട്ടിലും പ്രസംഗിച്ചു, പൂനൂരും പ്രസംഗിച്ചു. ഇപ്പൊ ഏകദേശം ഇതിന്റെ വീരന്മാരെ അവരുടെ മാളത്തിൽ ചെന്ന് തന്നെ നമ്മൾ എന്തായി ഒന്ന് വെടിവെച്ചു. സ്വാഭാവികമാണ്, പ്രതികരിക്കും നമ്മൾ പ്രതീക്ഷയാണ്. പ്രതികരിക്കാൻ വേണ്ടി മാത്രം ചെയ്ത പണിയാണ്. അങ്ങനെ ഒളിച്ചിരിക്കാൻ നമ്മൾ സമ്മതിക്കൂല. തീരുമാനം എന്ന് പറയണം. ഉടനെ വന്നില്ലേ തമാശ. പൂനൂര് പ്രസംഗം, പൂനൂരിലെ പ്രസംഗം ഇവിടെയും ആവർത്തിക്കപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് പഴയ 2 വർഷം മുമ്പ് വെറുതെ ആളുകളെ ക്ലിപ്പെടുത്ത് ശല്യപ്പെടുത്തിയിരുന്ന ഒരാളെ ഞാൻ ചീത്ത പറഞ്ഞിരുന്നു ഫോണിൽ. അത് സത്യമാണ്. അയാൾക്കറിയാം എന്താ എന്നോട് പറഞ്ഞു. അതിന് ഞാൻ എങ്ങനെ പ്രതികരിച്ചു. ഇതിന്റെ ആ പ്രതികരണമാണ് സത്യത്തിൽ അയാൾ നന്നാക്കിയത്. അജ്ഞാതി വർത്താനം അയാൾ പറഞ്ഞു, അയാൾ കട്ട് ചെയ്തു. പിറ്റേ ദിവസം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാനൊരു വഞ്ചനയും കാട്ടിയിട്ടില്ല, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിൽ വഞ്ചന കാട്ടിയത് നിങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണോ ദീൻ പ്രചരിപ്പിക്കേണ്ടത്? ഞാൻ അവനോട് ചോദിച്ചു. പേരോടിപ്പ പറയണത് ഞാൻ അയാളെ ശൈഖാണെന്നാണ്. എന്തായാലും ഇത്രകാലം പേരോടിന്റെ ഒപ്പം നടന്ന ഒരാൾക്ക് ഹിദായത്തിട്ട് എന്നെ കാണ്ടിയെന്നുള്ള സന്തോഷമുണ്ടായിരുന്നു. ജീവിതത്തിൽ കണ്ടിട്ടില്ല. 2 കൊല്ലം മുമ്പ് ഫോൺ ചെയ്താണ്. അതിന് മുമ്പും കണ്ടിട്ടില്ല, ശേഷം കണ്ടിട്ടില്ല. ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ട് അയാൾ എന്നെയായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല, ഞാൻ അയാളായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല. അന്വേഷിക്കണം. ഫോൺ നമ്പറുണ്ട്. ഫോൺ നമ്പർ വിളിച്ചാൽ അയാൾക്കൊന്നും അറിയില്ല. അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടെ ആലിമീങ്ങളുണ്ട്, അവിടെ മുസ്ലിമീങ്ങളുണ്ട്, അവിടെ പണ്ഡിതന്മാരുണ്ട്, അവിടെ മഹല്ലുണ്ട്, അവിടെ സമൂഹമുണ്ട്. അയാളെന്നെ ഉടലോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ട്. അയാൾ ശേഖരങ്ങൾ അവിടെ ഉണ്ട്. അന്വേഷിക്ക് പോയിട്ട് ഞങ്ങളിത് അന്വേഷിച്ച് മനസ്സിലാക്കി 1% സാധ്യത പോലും ഇല്ല എന്നല്ല, ഇതിൽ അപകടം കണ്ടിട്ടാ സമൂഹത്തോട് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഇത് ഇന്നും ചെറുപ്പക്കാർക്ക് തോന്നുന്ന കാര്യമാണ്, തോന്നേണ്ടതാണ്. അല്ലെങ്കിൽ വെറുതെ ഒരു ആവശ്യത്തിന് ബോംബെ പോവുകയാണെങ്കിൽ അന്വേഷിച്ചോ. ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ ബോംബെയുമായി ബന്ധപ്പെട്ടവരുണ്ട്. എനിക്കറിയാം, ബോംബെയിൽ പല ആവശ്യങ്ങൾക്ക് പോകുന്നവരും കച്ചവടക്കാരുമായ ആളുകളുണ്ട്. ബോംബെ ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ. ഇവിടെയുള്ള ആളുകൾക്ക് പോയിട്ട് അന്വേഷിക്കാം. അങ്ങനെ അന്വേഷിച്ച് കാര്യം ബോധ്യമായാൽ നിങ്ങൾ അവരെന്താക്കും? പച്ചർ കാഫറാക്കി, മുജാഹിദാക്കി, നരകത്തിന്റെ നടുക്കലാക്കി തെരു വേപ്പി. എന്നാലും റസൂലുള്ളാഹിനെ തൊട്ട് കളവ് പറയുന്നത് നിങ്ങൾ രക്ഷപ്പെടും. ഇതാണ് ജിഷാന് സംഭവിച്ചത്. ഇത് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു എന്നല്ലേ, അത് ഇയാൾ പറഞ്ഞ കാസറ്റ് ഇറങ്ങിയെന്ന് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട്. പൊന്മള അങ്ങോട്ട് വരുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് തോന്നിയതാണ് നിങ്ങൾ അബദ്ധം. അയാൾ വന്നാലും ഞങ്ങൾ അയാളെ കയറ്റൂല. ഞങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാർ ആവശ്യമില്ല.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു വ്യവസ്ഥാപിതമായ ആദർശത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലറാണ്. ലോകത്തറിയപ്പെട്ട അറബി പണ്ഡിതനാണ്, ഭാഷാ പണ്ഡിതനാണ്. അയാളെ ലോക മുഷാവറയിലേക്ക് തെരഞ്ഞെടുത്തു മെമ്പറായിട്ട്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തെരഞ്ഞെടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണ്ടോ ഞാൻ പറയുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയിലേക്ക് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നബി എന്തായിട്ടില്ല. ഇനി അടുത്ത് വരുള്ളൂ, പ്രായമായി വരുന്നുള്ളൂ. നമ്മളെ മുഷാവറ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിലേക്ക് പൊന്മള എന്നൊരു ആളില്ലെങ്കിൽ ഒന്നും വരാനില്ല. പൊന്മള മറുഭാഗത്ത് നിന്ന് മൂടി പ്രചരിപ്പിച്ചിട്ട് ഒരാളിത് കൂടുതൽ കുടിച്ചിട്ടുമില്ല. പൊന്മള എന്താ നിങ്ങൾ മനസ്സിലാക്കി? അപ്പൊ ഞാൻ അന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്, ആ കഥ ഒന്നുകൂടി പറയലേ. അന്ന് ഞാൻ പറഞ്ഞൊരു കഥ, പണ്ടൊരു ആണും പെണ്ണും തെറ്റിയ കഥയിൽ. പണ്ട് തന്നെ പഴയ കാലത്ത്, റോഡൊന്നും ഇല്ലാത്ത കാലത്ത്, ആളുകൾ നടന്ന് യാത്ര ചെയ്യുന്ന ഒരു കാലത്ത് ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ രാത്രി തെറ്റി. ഭർത്താവ് ഭാര്യയെ തലാക്കെല്ലാം തീരുമാനിച്ചു. ഭർത്താവ് സാങ്കല്പികമായി കാന്തപുരം വെച്ചോളൂ, ഭാര്യ പൊന്മളെന്ന് വെച്ചോളൂ. ടോർച്ചുള്ള കാറൊന്നുമല്ല, ചൂട്ടാണ്. ചൂട്ടും കത്തിച്ച് ഭർത്താവ് മുമ്പിൽ, ഭാര്യ തൊട്ട ബാക്കിലും. കൊണ്ടാക്കാൻ പോവാണേ. നടന്ന് രണ്ടാളും ക്ഷീണിച്ചു. അപ്പൊ ഒരു മരത്തിന്റെ അടുത്ത് എത്തി. വയലിൽ ഒരാൾ വടക്കോട്ടും ഒരാൾ തെക്കോട്ടും തിരിഞ്ഞിങ്ങനെ ഇരുന്നു. മിണ്ടൂലല്ലോ, തെറ്റിയതല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ ഭാര്യ ചോദിച്ചു, ഭാര്യയാണല്ലോ ദുർബല, അവള് ചോദിച്ചു, ഇന്ന് തലാക്കില്ല, നിങ്ങൾ എന്താ കാട്ടുക? ഞാൻ നാളെ വേറെ പെണ്ണിട്ടു. ആര്? ഭർത്താവ്. AP അല്ലോട്ടോ. ഭാര്യ മോശക്കാരിൽ ഓള് പറഞ്ഞു, എന്നെ വേറെ കെട്ടിക്കും ചെയ്യും. അത് ശരി, യുദ്ധം കഴിഞ്ഞാൽ എന്നെ വേറെ കെട്ടിക്കും. കുറച്ച് സമയം കഴിഞ്ഞപ്പോ കുറെ നേരം മിണ്ടാതിരുന്നിട്ട് ഭർത്താവ് ഭാര്യനോട് ചോദിച്ചു, അല്ല ഏതായാലും ഇപ്പൊ ഞാൻ വേറൊരു പെണ്ണിട്ടണം, അന്യാണെങ്കിൽ വേറെ കെട്ടിക്കുമ്പോ എന്നാ പിന്നെ നമ്മളമ്മ തന്നെ ആയിക്കൂടെ. ഇതേ രീതിയിലാണ് ഇത് നടക്കാൻ പോണതിന്റെ അവസാനം ഞങ്ങൾ പൊതുവേദിയിൽ പ്രസംഗിച്ചത്. പിന്നെ സംഘടന കാഴ്ചപ്പാട് പറയണ്ടല്ലോ. നിങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾക്കതിനാവൂല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾക്ക് അവസാനം കിട്ടുന്ന ശിക്ഷ, ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ മാത്രം എങ്ങനെ ഒഴിവാകുക? ഈ പാവപ്പെട്ട ഉമ്മത്തിനെ 2 പള്ളിയിലാക്കിയതിന്റെ ശിക്ഷ, ഒരു മാതാവിന്റെ 2 മക്കൾ ഗ്രൂപ്പിസം പറഞ്ഞ് തമ്മിലടിച്ച് ചോരയൊലിപ്പിച്ചതിന്റെ ശിക്ഷ, പാവപ്പെട്ടവർ പടുത്തുയർത്തിയ പള്ളികൾ അടച്ചുപൂട്ടിയതിന്റെ ശിക്ഷ, മദ്രസകളിലെ സമ്പത്തുകൾ അന്യാധീനപ്പെട്ടതിന്റെ ശിക്ഷ, പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാനാവാത്ത വിധം ഈ സമൂഹത്തിലെ ജനങ്ങളെ തമ്മിലകറ്റിയതിന്റെ ശിക്ഷ. ഇതിൽ നിങ്ങൾ എല്ലാവരും തുല്യരാണ്. അതിന് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ ശിക്ഷയാണ് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയാന്നുള്ളത്. അതിലെങ്ങനെ കുട്ടികളെ നിങ്ങൾ 2 ആളും മാത്രം ഒഴിവാക്കുക? ഇവിടെ ഈ വിഷയത്തിന് ആരൊക്കെ നേതൃത്വം കൊടുത്തോ, ഗ്രാമങ്ങളിൽ ആരൊക്കെ മഹല്ലുകളിൽ ഫിത്ന ഉണ്ടാക്കാൻ കൂടിയോ, ആരൊക്കെ സത്യം അറിഞ്ഞിട്ടും അത് അറിയാത്ത പോലെ പ്രവർത്തിച്ചോ, അവർക്കൊക്കെയും വരാൻ പോകുന്ന ശിക്ഷതാണ്. ഇതിൽ അനുയായികളും നേതാക്കളും ഒക്കെ പങ്കാളികളാണ്. ഫിറഔനെ പറ്റി പറഞ്ഞോർത്തുമ്പോ മലഇഹി എന്ന് പറയുന്നുണ്ട് അല്ലേ, പറയല്ലേ ഉണ്ട്. അപ്പൊ അതിൽ അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം മശായിഖന്മാരെ വേദനിപ്പിച്ചവരിലും സ്വാലിഹീങ്ങളെ ആക്രമിച്ചവരിലും അവരെ കാഫിറാക്കിയതിലും ഇസ്ലാമിന്റെ പുറത്തേക്ക് ഇറക്കിയതിലും ഒക്കെ നേതാക്കന്മാരും അനുയായികളും തുല്യ പങ്കാളികളായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒറ്റക്ക് ചില ആളുകൾ മാത്രം ഇത് രക്ഷപ്പെടാൻ പോണില്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ അതിന്റെ യഥാർത്ഥ വശം പറഞ്ഞുതരാം. ഇസ്മായിൽ 1000 ആപത്ത് പ്രസംഗിച്ചാലും നാളെ ഇക്ബാൽ മുഹമ്മദ് ജാലിയാവാല വന്നിട്ട് കോഴിക്കോട് പത്രസമ്മേളനം നടത്തി പറയാണ്, ഞാനത് ഒറിജിനലാന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ സനതൊന്നും നിന്നോടാൻ ചോദിച്ചിട്ടില്ല, ഞാൻ കൊടുത്തിട്ടില്ല, നിന്റെ അടുത്തുള്ള സനത് ഉണ്ടെങ്കിൽ ഇതല്ല എന്ന് ഇക്ബാൽ മുഹമ്മദ് ജാലിയാവാല പറഞ്ഞാലും ചില ആളുകൾ എന്താവൂല, പോരൂല. അത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. ആ ശിക്ഷ അതവർ സ്വമേധയാ ഏറ്റുവാങ്ങിയതാണ്. അതിനവർ അർഹരായി തീർന്നതാണ്. ആത്മാർത്ഥമായ തൗബ അവരിൽ നിന്നുണ്ടാകുമ്പോഴേ അല്ലാഹു തആല അത്തരമൊരു അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റുള്ളൂ. അതതിന്റെ ആത്മീയ വശതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. എന്നിട്ടതാ വരുന്നു, കാന്തപുരത്ത് വന്നിട്ടൊരു പ്രസംഗം നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കാത്തിരുന്ന പ്രസംഗമാണ്. നിറയെ പ്രവർത്തകർ വന്നു. ഇപ്പൊ ഉഷാറായിട്ട് ഭയങ്കര പ്രസംഗം.
ആദ്യം തന്നെ എന്റെ ഒരു പഴയകാല സഹപ്രവർത്തകനാ പ്രസംഗിച്ചത്. മൂപ്പര് കാര്യമായിട്ട് പറഞ്ഞു, പൂനൂര് പോയ എക്കരെ കിടന്ന കാര്യങ്ങൾ വിട്ടു. മുടി ഒറിജിനലാണെന്ന് ചോദ്യം. ഉത്തരം എന്താണ്? പൂനൂർ പോയ എക്കരെ കിടന്നാല് നിങ്ങൾ പോയിന്റ് എക്കര വന്നിട്ട് ആ പോയിന്റ് അക്കരുള്ള ആൾക്കാർ ഇക്കരെ കിടന്ന് വരണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി, പഠിച്ചോനെ ഇത് ഏത് കാല ഫ്യൂഡൽ തമ്പുരാക്കന്മാർ അങ്ങനെ ചില ഉത്തരവുകൾ പറയാറുണ്ടായിരുന്നു. ഇത് സ്വതന്ത്ര ഇന്ത്യ. പൂനൂർ പോയിന്റ് അക്കരെ വേറൊരു രാജ്യമൊന്നുമില്ല. അയാൾ പ്രസംഗിച്ചോട്ടു. എനിക്ക് വളരെ മോശം തോന്നിപ്പോയി. എന്തുകൊണ്ട് വെച്ചാല് കുറെയൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു അയാൾ, കുറെയൊക്കെ ചിന്തിക്കുന്ന ആളായിരുന്നു, കുറെയൊക്കെ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. അത്ര ഒരു സംസ്കാരമില്ലാത്ത ഭാഷ അയാൾ പറയുന്നത് അയാൾക്ക് എന്തോ പറയാനില്ലാത്തത് കൊണ്ടാണ്. അത് കഴിഞ്ഞു മുടി പോയിട്ട് മീം അയാളും പറഞ്ഞില്ല. അയാൾ സൂറത്തുൽ കൗസർ ഓതി, അയാൾക്ക് പേടിയുണ്ട്. പിന്നെ വന്നു എഴുന്നള്ളിക്കപ്പെട്ട കൂറ്റമ്പാറക്കാരനൊരാൾ, അയാൾ പ്രസംഗിച്ചു. സൂപ്പർ പ്രസംഗം. പക്ഷേ മുടി പോയിട്ട് മീമ് മുണ്ടിയില്ല. അതിന്റെ ഇടയിൽ കയറി വന്നുകൊണ്ട് എന്റെ പഴയൊരു സഹപ്രവർത്തകൻ പി കെ മിരിങ്ങല്ലൂർ പ്രസംഗിച്ചു. അല്ലെ, മൂപ്പര് തൊഴിലിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. മൂപ്പരാകെ പ്രസംഗിച്ച് മൂപ്പര് തൊഴിലിനെ പറ്റിയാണ്. ഓരോരുത്തർക്കും ഓരോ തൊഴിലുണ്ടാവില്ല. മൂപ്പര് പറയാണ്, കന്നിമാസമായാൽ ചില ജന്തുക്കൾ പുറത്തു വരും, അതിനെ പിടിക്കാൻ നിങ്ങൾ കുറച്ച് കാഞ്ഞിരത്തിന്റെ തോലും ശർക്കരയും വെച്ചു കൊടുത്താൽ മതി. മൂപ്പര് തൊഴിലാ പറയുന്നത്. ഞാൻ വിചാരിച്ചപ്പോ പറയും മുടിന്റെ സ്ഥാനത്ത്. ഇപ്പൊ ഒരു പ്രത്യേക കാലാണല്ലോ. ഇപ്പൊ മാസ് കമ്മ്യൂണിക്കേഷൻ ഇത്ര വികസിച്ചൊരു കാലല്ലേ. നമ്മളെ മുമ്പിൽ IT ടെക്നോളജി, അതേപോലെ ലോകത്ത് എവിടെ ഇരുന്നും പ്രസംഗം കേൾക്കാനുള്ള സൗകര്യം, ഇത് മുഴുവനുള്ളൊരു കാലാണല്ലോ. ഞാൻ മംഗലാപുരത്തേക്കുള്ള യാത്രക്കിടയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ മൂപ്പര് പറയുന്നത് പട്ടിപിടുത്തത്തിനെ കുറിച്ചാണ്. ഗ്രാമപഞ്ചായത്ത് സൂചിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഏതായാലും അള്ളാഹുവിന്റെ തൗഫീഖില് ഒരു 5-6 പട്ടിനെ നമുക്ക് PKM കൊടുക്കുക. മൂപ്പരെന്താ കാട്ടുവെക്കാം. മൂപ്പർ ഇങ്ങോട്ട് കടിക്കണേന് മൂപ്പർ അങ്ങോട്ട് കടിക്കോ അതോ സൂചിക്കോ അതിന്റെ ഇടയിൽ മൂപ്പർ അരക്കോ കൊടുക്കോ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് അങ്ങനെ കാണാം. അത് 3-4 പട്ടികൾ നമ്മൾ മൂപ്പർ കണ്ടു കൊടുക്കാം. PKM നല്ല കാര്യമാണ്. കാരണം മൂപ്പർ കോഴി കച്ചവടക്കാരനാണ്. കോഴി കച്ചവടക്കാരൻ ആകെ പോയില്ല സാധനം പട്ടിയാണ്. ആലോചിച്ച് നോക്കണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം കെട്ട് കഴിഞ്ഞപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന അവരുടെ സംഘടനയുടെ, SFന്റെ ഭാഷയിൽ പറയട്ടോ, സംഘടനയുടെ നേതാവ്, സെക്രട്ടറി ആര് വരുന്നു? AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം. സ്വാഭാവികമായും AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം വരുമ്പോ ഒരു ധാർമ്മികമായ ഒരു അന്വേഷണ ബുദ്ധിയുള്ള ഒരാൾ അവിടെ ഉണ്ടാവുമല്ലോ. ഈ SKSF പറഞ്ഞു ശരിയാണോ, മുഷാവറ അങ്ങനെ ആലിമീങ്ങൾ ശരിയാണോ പറയുന്നത്, ഇവർ സത്യമാണോ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാരും ഇങ്ങനെ കാതോർത്തിരിക്കും. ഒരു അന്വേഷണ ബുദ്ധിയുള്ളവനുണ്ടാവും. പ്രസംഗം തുടങ്ങി. ഞാൻ മനസ്സിലാക്കണ ഞാൻ പറയണേ മുഴുവൻ വിശ്വസിക്കുന്ന അങ്ങനെ അത്ര പൊട്ടനല്ല ഞാൻ. മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എനിക്കറിയാം. മനുഷ്യന്റെ തലച്ചോറ് എന്തൊക്കെ സ്വീകരിക്കുമെന്നും എന്തൊക്കെ നിരാകരിക്കുമെന്നറിയാം. ആർക്കും ബുദ്ധി പണയം വെക്കൂല. കഴിഞ്ഞിട്ടില്ല ഇവിടെ മനുഷ്യന്റെ ബുദ്ധിയെ പണയപ്പെടുത്താൻ വേണ്ടി ഫ്യൂഡൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. സ്വന്തം രക്തം കൊണ്ട് ചെങ്ങലകൾ, അടിമച്ചെങ്ങല പൊട്ടിച്ചെറിഞ്ഞതാണ് മനുഷ്യന്റെ ചരിത്രം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്രം. ലോകത്ത് എവിടെയൊക്കെ അടിമത്വത്തിനെതിരെ വിപ്ലവം നടന്നിട്ടുണ്ടോ ആ വിപ്ലവത്തിന്റെ മുഖങ്ങളിലെല്ലാം ബുദ്ധി തടവിലിടാൻ ശ്രമിച്ചപ്പോഴാണ് മനുഷ്യൻ പ്രകോപിതനായത്. ചിന്തിക്കരുതെന്ന് പറഞ്ഞപ്പോഴാണ് പ്രകോപിതനായത്. മതത്തിനെതിരെ, ക്രിസ്ത്യാനിസത്തിനെതിരെയുള്ള സോക്രട്ടീസിന്റെ യുദ്ധം തുടങ്ങിയതും ചിന്തിക്കരുതെന്ന് പറഞ്ഞപ്പോഴാണ്. ചിന്തിക്കാൻ അനുവദിക്കണം മനുഷ്യനെ. എല്ലാവരും ഒരു വീക്ഷണ മനോഭാവത്തിലവര്. അതുകൊണ്ട് തന്നെ ഇയാൾ വന്നപ്പോ ഒരു നല്ല പണ്ഡിതനാണല്ലോ, എന്താ പറയാ, മൂപ്പർ ആദ്യം പറഞ്ഞത് മറ്റാളെ മതമാണ്. ഇനി അയാളെ പറ്റി ഇയാൾ നേര് പറയൂ. നിങ്ങൾ പറയും, മൂപ്പർ അവിടെ പോയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ പോയിട്ട് മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്, മറ്റിടത്ത് നോളജ് സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? കൈതപ്പൊയിൽ. എന്ത് സിറ്റിയാണോ കൈതപ്പൊയിൽ വരാൻ പോകുന്നത്? നോളജ് സിറ്റി. ആരെങ്കിലും അതിന് റിയൽ എസ്റ്റേറ്റ്സിൽ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ മുടക്കിയാൽ മതി. അത് കിട്ടൂല, ഇനി കൂടുതൽ മുടക്കും വേണ്ട. അവിടെ ഫ്ലാറ്റുകൾ ഉയരാൻ പോവാണ്. എവിടെ? നോളജ് സിറ്റിയിൽ. എന്താ കാരണം? പല രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വന്നിട്ട് ഇവിടെ താമസിക്കാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു, വലിയ കച്ചവടം നടക്കുന്ന. ഇത് കള്ളം തോട്ടവരോട് പറഞ്ഞിരുന്നു വേണ്ടല്ലോ. നിങ്ങളടുത്തല്ലേ RC അല്ലെ? RC തൊട്ടടുത്തല്ലേ? ആണ്. ലോകതലത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പിന്നെ എൻട്രൻസ് ചെയ്ത കുട്ടികൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വരുന്നത് അല്ലെ? ആണ്.
ഇപ്പുറത്ത് KMCT മെഡിക്കൽ കോളേജിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് RECയിൽ എന്ത് കച്ചവടം നടക്കണേ? നിങ്ങളൊന്ന് പറയും. ഒരു സിറ്റി ആവുണ്ട് ഇവിടെ, വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടോ. RECയുടെ വന്നിട്ട് വർഷത്തിലായി. കൊടുവള്ളി വികസിച്ച വികാസം കൂടി നമ്മൾ RECക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയണോ? ഇല്ല. ഇപ്പൊ വെറുതെ ആളെ പറഞ്ഞ് പറ്റിക്കാണ്. ഇവിടുന്ന് ആരെങ്കിലും പെണ്ണുങ്ങളെ സ്വർണം പണയം വെച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് കൂടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനോട് ഹൈറുദ്ദേശിക്കുന്ന രീതിയിൽ പറയാണ്, വെറുതെ കൈതപ്പയിൽ കൊണ്ടുപോയി അതിടണ്ട. എന്നിട്ട് ഏതായാലും നോളജ് സിറ്റി എന്ന വലിയ സംവിധാനം വരാൻ പോകുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത്രേ, കേരള ഗവൺമെന്റ് വിചാരിച്ചിട്ട് പോലും അങ്ങനെ നോളജ് സിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉസ്താദിന് കൈയുണ്ടല്ലോ, ഇതെന്തൊരു മനുഷ്യനാന്ന് പറഞ്ഞു. എന്താ കളിയാക്കിയതാ. ഏതായാലും മുഖ്യമന്ത്രി വന്നു, തറക്കല്ലിട്ടതൊരു വലിയ ഫളായിലായിട്ടാണ് എന്തായത് പ്രസംഗത്ത് കണ്ടത്. മുഖ്യമന്ത്രി തറക്കല്ലിട്ടിന് എന്താ ഫളായിൽ? അല്ല, മുഖ്യമന്ത്രിമാർ തറക്കല്ലിട്ടൊക്കെ വലിയതാണെങ്കിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടാവും? സ്മാർട്ട് സിറ്റിക്ക് തറക്കല്ലിട്ട് എത്ര കൊല്ലായി? ഈ കുട്ടികളും പത്രം വായിക്കല്ലാവോ? ഏതായാലും ഇങ്ങനെ വലിയ രീതിയിൽ ഒരു പ്രസംഗമൊക്കെ നടത്തിയിട്ട് AP മുഹമ്മദ് ഇത്തരം വിഷയം ദഹിക്കൂല. പക്ഷെ പാവം മൂപ്പർ പറഞ്ഞപ്പോ അതാണ് പാളുകയാണ്. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി മഹാനവർകൾ എന്നൊക്കെയാണ് പറയണേ. ഇത് വന്ന് തറക്കല്ലിട്ടിട്ടുണ്ടെന്നാ പറയണത്. വലിയ കാര്യം. അവിടെ വരാൻ പോണപ്പോ എന്താ? യുനാനി മെഡിക്കൽ കോളേജ്. എന്താ വരാൻ പോണേ? യുനാനി മെഡിക്കൽ കോളേജ്. യുനാനി മെഡിക്കൽ കോളേജ് പറഞ്ഞപ്പോ എന്താ കഥ? ഇവിടെ ഇപ്പൊ ഒരു ഭയങ്കര മെഡിക്കൽ കോളേജാ KMCT. എന്നിട്ട് കളന്നോടെ എന്ത് വികസനം ഉണ്ടായിക്കണോ? ഒന്നുമില്ല. അത് അതിന് വരുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ പോകും, മരുന്ന് അങ്ങ് വീട്ടിൽ പോകുന്നല്ലാതെ ഓലിങ്ങനെ SSF സമ്മേളനത്തിൽ വന്നാൽ അതിന് അങ്ങാടി കൂടി നടക്കുന്ന അത് പോട്ടെ. യുനാനി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദ ഡിസ്പെൻസറി ഇല്ലേ, ഇവിടെ എല്ലാ പഞ്ചായത്തിലുണ്ട്. ഗവൺമെന്റ് ആയുർവേദിക് ഹോസ്പിറ്റൽ എന്ന് ബോർഡാണ് അല്ലേ? ആരാ കുട്ടികളെ അങ്ങോട്ട് മരുന്നാകാൻ പോണു? അവിടുന്ന് സൗജന്യമായി കൊടുക്കണ കഷായം കുടിക്കാൻ ആൾക്കാർ പോകുന്നുണ്ടെന്നല്ലാതെ വേറെന്താ അവിടെ നടക്കുന്നത്? ഇതുപോലെ ഒരു കളിയാണ് യുനാനി മെഡിക്കൽ കോളേജ്. കേരളത്തിൽ അത് തോൽക്കും, പരാജയപ്പെടും. പരാജയപ്പെട്ടാലും ജയിച്ചാലും കായ് മറ്റൊന്നും കിട്ടുട്ടോ, അത് വേറൊരു കഥ. ആ രീതിയിലാണ് അതിന്റെ സംവിധാനം. പിന്നെ നമ്മുടെ ആലിമീങ്ങൾ ഉണ്ടാക്കുന്ന നോളജ് സിറ്റിയുടെ പ്രത്യേകം അറിയാം. പിന്നെ ടെന്നീസ് ടേബിൾ കോർട്ട്, ഗോൾഫ് ക്ലബ്, ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ, അങ്ങനെയാണല്ലോ, സുന്നികളാണല്ലോ. പിന്നെ സ്വിമ്മിംഗ് പൂൾ, ലേഡീസ് ആൻഡ് ജെന്റ്സ് വേറെ വേറെ കേട്ടോ, ഒന്നിച്ചാൽ വിചാരിക്കണ്ട. ഇസ്ലാമിന്റെ പേര് ഉണ്ടാക്കുന്ന സാധനം അത്. വീട്ടിൽ ഉറങ്ങണ പെണ്ണുങ്ങളെ റോട്ടുമൊക്കെ ഇറക്കണം. അത് വിജയിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. ഒരു ഫ്ലാറ്റിന് 35 ലക്ഷം 50 ലക്ഷമൊക്കെയാണ് വില. കോഴിക്കോട്ടങ്ങാടി തന്നെ എല്ലാം ഫ്ലാറ്റ് വിൽക്കാതൊക്കെയാണ്. പിന്നെ ഇപ്പൊ കൈതപ്പൊയിലെ ഫ്ലാറ്റ് വിൽക്കാൻ പോകുന്നത്. സംഭവത്തിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ആപ്പിൾ എ ഡേ. അന്ന് ഇവിടെ ഈ സംഭവം തുടങ്ങിയപ്പോൾ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ആപ്പിൾ എ ഡേ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അതിൽ കാശ് നിക്ഷേപിച്ച ആൾക്കാർ ഒന്നായിട്ട് കോടതിയിൽ പോയിരുന്നു. അതിന്റെ ഒരു പുനരാവർത്തനം ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. വാണിജ്യ കൈദേശം അങ്ങനെ ഒരു നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയൂല. ആ പറഞ്ഞ വിലക്ക് അത് കൊടുക്കാനും കഴിയൂല. അവിടെ ഒരു വലിയ സംഭവം നടക്കാനുമില്ല. അതങ്ങനെ നീണ്ടു പോകും. അത് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു വിഷയം കൊണ്ട് ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഏത് ക്രിസന്റ് സിമന്റ് നാട് മുഴുവൻ ക്രിസന്റ് സിമന്റ് ആണല്ലോ അല്ലെ? കോഴിക്കോട് നമ്മൾ ദേവഗൗഡ ഒന്ന് മുഖ്യമന്ത്രി തറക്കല്ലിട്ട നോളജ് സിറ്റിന്റെ ഫളായിൽ പറയുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി തറക്കല്ലിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു കോഴിക്കോട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? HD ദേവഗൗഡ നേരിട്ട് വന്ന് തറക്കല്ലിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അതിന് കാശ് പിടിക്കാൻ പാവപ്പെട്ട ഞാനും പോയിരുന്നു, മൂല്യപ്പെട്ടു. അത് സത്യ. അത് പോയിട്ടുണ്ട്, സത്യമായിട്ടും പോയിട്ടുണ്ട്. 30 ലക്ഷം 20 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുത്ത ആൾക്കാരുണ്ട്. അത് അയാളെ കഴിവോ മറ്റയാളെ കഴിവുകളോ അള്ളാഹു ആയാലും എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഇവിടെ കാണാനില്ല. നിങ്ങളാടെയും കണ്ടോ? കോഴിക്കോട് മർക്കസ് ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഞാൻ കണ്ടില്ല. നിങ്ങളാരെയും കണ്ടുക്കണാവോ? മറ്റേ ആൾക്ക് മൂല്യന്മാരെ കഥയാണ്. എന്ത് ഇബാറത്ത് അതിന് വരാവോ? ഒരു ഇബാറത്തും ഇല്ലെങ്കിൽ സ്വപ്നെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. ഉണ്ടാക്കണ്ടെന്ന് ഓർക്കത്ത് കണ്ടാണ്. അങ്ങനെങ്കിലും തെയ്വില്ലാത്ത വരും. എന്താ കഥ? ഇത്ര ആധുനികമായി പുരോഗമിച്ചൊരു സമൂഹത്തിൽ പിന്നെ എങ്ങനെ ഇത് നടക്കണേ? അത് കഴിഞ്ഞിട്ട് ഒരു കമാലിയ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മറന്നോ? സുന്നി മെഡിക്കൽ കോളേജ്. നാടായ നാട് മുഴുവൻ പിരിച്ചു, സ്ഥാപനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എവിടെ നിന്ന് കമാലിയ മെഡിക്കൽ കോളേജ്? അതിന്റെ ഫണ്ട് എവിടെ? ഇത് ചോദിക്കാൻ പാടില്ലേ? ചോദിക്കണ കുരുത്തക്കട. അത് ഇസ്ലാമിന്റെ പുറത്താകണ കാര്യ. ഇങ്ങനെ തട്ടിപ്പ് കൊണ്ട് അറിയപ്പെട്ടൊരു സമൂഹം, ഒരു നേതാവ്, അയാളെ പിന്നിലുള്ള അത് ഓഹരി വെച്ചെടുക്കുന്ന മറ്റൊരു വിഭാഗം,
ഇവര് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തു ശരീഫയോടുള്ള ബഹുമാനം കൊണ്ടാണ് ഒരു ചെറിയ സാധ്യത നോക്കിയിട്ട് നമ്മൾ തെളിവ് ചോദിച്ചത്. പഴയകാല ആലിമീങ്ങളുടെ ഭാഷയിൽ ഇത്തരം പരസ്യമായ തട്ടിപ്പുകൾ നടത്തിയവർ അലൽ ഇത്ലാഖി മത്റൂദ്, നിരുപാധികം തള്ളപ്പെടേണ്ടവരാണ്. അവരെ ഖൗൽ സ്വീകരിക്കാൻ പാടില്ല, അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാൻ പാടില്ല, അവർ പറഞ്ഞത് നിരുപാധികം വിശ്വസിക്കാൻ പാടില്ല. കാരണം കളവ് കൊണ്ടും വഞ്ചന കൊണ്ടും അവർ പ്രസിദ്ധരായി കഴിഞ്ഞു. പറഞ്ഞോളി, ഇസ്ലാമിലൊരു വിധിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ആര് തുടങ്ങിയത്? മുഹമ്മദ് തുടങ്ങിയത്. എന്റെ ഇസ്ലാമിന്റെ വിധി ഉണ്ട്. എന്താ ഇസ്ലാമിന്റെ വിധി? ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ ഒരു കാര്യം പറയട്ടോ, നിങ്ങൾ ആരെങ്കിലും ബോംബെ പോയിട്ട് മൂടി കള്ളനോട് കൊണ്ടുവരരുതേ. അന്വേഷിക്കാൻ പോണവർക്കൊക്കെ 18 രൂപ കിട്ടുന്നത്. 20 മൂടി നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവൽ കുബ്ര ഉദ്ധരിച്ചു. ഇൽമിൽ ഇത്തരം കള്ളത്തരം കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫതാവൽ കുബ്ര ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു, മഹാനവറുകളോട് ചോദിക്കപ്പെട്ട ഒരു സംഭവം ഉദ്ധരിച്ചു. എന്നിട്ട് ഫതാവൽ കുബ്രയിലെ മസ്അല ഇതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണെന്ന് പറയപ്പെടുന്ന ഒരു മുടിയുണ്ട്. അലാമാ ഖീല, എന്താണ് അലാമാ ഖീല? പറയപ്പെട്ടൊരു മുടിയുണ്ട്. അതിന് കിട്ടുന്ന വരുമാനം ഇതാദ്യം കൈവശം വെച്ച ആള് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് അവർ അനന്തരാവകാശികൾക്ക് കൊടുക്കണോ, അതല്ല ഇപ്പോൾ കൈവശം സൂക്ഷിക്കുന്ന ആള് വാങ്ങണോ? ഇതാ ചോദ്യം. ഈ ചോദ്യത്തിനെ അലാമാ ഖീല, അലാമാ ഖീല എന്ന ഇബാറത്തുള്ള ഒരു പ്രയോഗം അങ്ങനെ പറയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ, അങ്ങനെ പറയപ്പെടുന്നു എന്ന പ്രയോഗം ഉള്ളതിനെ ഹാഫിദ് ഇബ്നു ഹജർ തങ്ങള് മുടിയല്ലാതെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സ്വീകരിക്കണം. നിങ്ങൾ ഇവിടെ തന്ന മുടി അലാമാ ഖീല ആണോ? അലാമാ ഖീല പരിപാടിയെങ്കിൽ തിരിഞ്ഞോ? ഇല്ലല്ലോ. പറഞ്ഞത് ഈ അലാമാ ഖീല ഇബാറത്തുള്ള 2 രീതിയിലാണ്. അത് ഏതർത്ഥമായ ഉദ്ദേശം എനിക്ക് അറിയില്ല. ഒന്ന് പറഞ്ഞ ആളെ അറിയാം, പക്ഷെ അയാൾ പറഞ്ഞ് ഉൾക്കൊള്ളാൻ പറ്റൂല. തിരിഞ്ഞില്ല. തിരിഞ്ഞില്ല. ഉദാഹരണം, പറഞ്ഞ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി 2.5 മീറ്റർ 3 മീറ്റർ നീണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്റെ പഴയ ഉസ്താദ്. ആര്? AP. പറഞ്ഞ ആൾ AP ആണ്. ഈ അഭിപ്രായത്തിന് കാന്തപുരാണ് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ഈ അഭിപ്രായത്തിന് വില കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് പറയും? ഒരു കാല റജുലു, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു മുടി ഇങ്ങനെ നീളുന്നുണ്ട്, അലാമാ ഖീല അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. ആ പറഞ്ഞോനും ചോദിക്കണ്ട, മുടിനും ചോദിക്കണ്ട, അതൊരു കഥല്ലാത്ത കേസാണ് എന്നർത്ഥം അലാമാ ഖീലന്റെ പ്രയോഗം. അലാമാ ഖീലന്റെ മാന ഇത്ര കാലം ദിവസത്തെ ഒരു മൂലയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരിക എന്നുള്ളത് വലിയ ഗതികേടാണ്. തിരിയിട്ടല്ല, ഉടൻ മറിക്കുകയാണ് അലാമാ ഖീല. പോട്ടെ. അപ്പൊ അങ്ങനെ സനദില്ലാത്തൊരു സാധനം കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയാ? എന്ത് പറയാ? അലാമാ ഖീല. നിങ്ങൾ അലാമാ ഖീലയിട്ടാ കൊണ്ടുവന്ന് ഇങ്ങോട്ട് മുടി ആണോ? അല്ല, നിങ്ങൾ സനദ് ഉണ്ടാക്കിയ കൊണ്ടുപോകുന്നത്. അലാമാ ഖീലന്റെ മസല എവിടെ പോയില്ലേ? അലാമാ ഖീലന്റെ മസല എവിടെ? അത് ഇവിടെ എങ്ങനെ വരിക? അത് ഓലയ്ക്കും പാന്ന് വേച്ചാതിരാവുകയാണ്. ഇത്ര കാലം സനദുണ്ട് ഇതാ വരുന്നത്, ഫ്ലൈറ്റ് മിസ്സായതാണ്, എയർ ഇന്ത്യ എക്സ്പ്രസിലാ കയറിയത്, 2 മണിക്കൂർ ഡിലേ ആണ്, ഇങ്ങനെ പറഞ്ഞ് നടന്നിരുന്നു നിങ്ങള്. ഇപ്പൊ അലാമാ ഖീല പറയണത് എന്തൊരു തൊലിക്കട്ടിയാണ് അത് സമൂഹത്തിൽ പറയാന്. അലാമാ ഖീല അത്ര എന്താ അലാമാ ഖീല? അപ്പൊ ശരിക്കും നിങ്ങൾ ആദ്യം തന്നെ വന്നിട്ട് അലാമാ ഖീല പറയണേ, നമുക്ക് ആ മസല പരിശോധിച്ച് നോക്കാം അല്ലേ? ആദ്യം വരിക. ഞങ്ങൾ ചോദിച്ചു എവിടെ സനത്? കുട്ടികളെ സനദില്ല, അത് മുടിയാണെന്ന് എങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഈ അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മസല ഞങ്ങൾ പറയും. ആര് പറഞ്ഞാതിരി? ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എന്ന ഞങ്ങളുടെ എക്കാലത്തേക്കും നിഷേധിക്കാനാവാത്ത നേതാവും ഫഖീഹും മുഹദ്ദിസുമായ സയ്യിദുനാ ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എന്ത് മസല പറഞ്ഞോ ആ നിലപാട് അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അപ്പൊ അതിന് മസല പറഞ്ഞുതരാം, അതിനനുസരിച്ച് സമൂഹത്തിനോടും പറയും. നിങ്ങൾ എന്തേ പറഞ്ഞു? ഇത് നിനക്ക് കിട്ടിയത് ഡൽഹിയിലാണ്,
ഡൽഹിയിൽ ആര്? ഖുതുബുദ്ദീനുൽ ഫിർദൗസി വഴി മർഹറെ ഷരീഫിൽ നിന്ന് ഖുതുബുദ്ദീൻ ഫിർദൗസി വഴി വന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഖുതുബുദ്ദീൻ ഫിർദൗസി മർഹറെ ഷരീഫ് എന്ന് പറഞ്ഞാൽ അത് ഉത്തരാഞ്ചലിലാണ്, ഇപ്പോഴത്തെ പഴയ UP. ഡൽഹി അതിന് കുറെ പുറത്ത് വേറൊരു സംസ്ഥാനമാണ്. മുടി കിട്ടിയ സ്ഥലം ബോംബെയാണ്. ഇതിലേതാ ഒറിജിനൽ ചോദിച്ചു. അപ്പോഴാണ് ഇക്ബാൽ മുഹമ്മദ് ജാലിയവാലിന്റെ പേര് പറഞ്ഞത്. ആദ്യം പറഞ്ഞതിന്റെ പേര് ഇക്ബാൽ മുഹമ്മദ് വലീദ. പേടിന്റെ ബോംബെക്ക് നമ്മൾ വണ്ടി വരുന്നത്, അതാ കേസ്. തിരിയുണ്ടല്ലോ. എന്നിട്ടൊരു സനദ് ഇങ്ങോട്ട് അവതരിപ്പിച്ചു. നമ്മളെ മലയമേലുള്ള നിങ്ങളുടെ നാട്ടുകാരൻ്റെ ആളാണല്ലോ മുഹമ്മദ് സഖാഫി. മുഹമ്മദ് സഖാഫിയാണ് ആ മുടിയുടെ സനദ് നിർമ്മിക്കപ്പെട്ടതാണെന്ന കാര്യം പുറത്തു പറഞ്ഞു. ഇപ്പൊ ജിഷാന്റെ ക്ലിപ്പിംഗിൽ വരുന്നുണ്ട്. ശേഷം നിങ്ങൾ കേൾക്കണം, ആരാ അത് നിർമ്മിച്ചത്, ആരാണത് പറഞ്ഞത്, എങ്ങനെയാണ് ഉണ്ടായത്. പുസ്തകം ഞാൻ പറഞ്ഞുതരാം. സവാരിഹ് ഷെയ്ഖ് അഹമ്മദ് റസാ ഖാൻ ഫാദിൽ ബറേൽവി. സവാരിഹ് ഷെയ്ഖ് അഹമ്മദ് റസാ ഖാൻ ഫാദിൽ ബറേൽവി റഹിമഹുല്ലാഹ് എന്ന ഒരു ഉറുദു ഗ്രന്ഥത്തിന്റെ അവസാനത്തെ പേജിൽ ഖാദിരി ബറക്കാത്തി സിൽസിലയിലെ ഫാദിൽ ബറേൽവി റഹിമഹുല്ലാഹയുടെ മശായിഖന്മാരുടെ പേര് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബറക്കാത്തി ഖാദിരിയ ബറക്കാത്തിയ സിൽസിലയിലെ മശായിഖന്മാരുടെ പേര് പലയിടത്തും പറയുന്നുണ്ട്. അതിന്നൊരു കോപ്പി എടുത്തിട്ടുണ്ട്, എഴുതി ഉണ്ടാക്കിയതാണ്. അതിന്റെ തലക്കൽ ആരെ പേര് എഴുതി കൊടുത്തു? ഇക്ബാൽ മുഹമ്മദ് വലി എന്നും ജാലിയവാല എന്നും മൗലവി പറഞ്ഞ പേര് വളരെ ഉഷാറായി. നൂലാമാല. ഈ നൂലാമാല ഭയങ്കര സംഭവം. ഇങ്ങോട്ട് ഇറന്നാലും കൊടുക്കുക, ഇങ്ങോട്ട് ഇറന്നാലും കൊടുക്കുക. അണ്ണാക്കിലാ കുടുങ്ങി. ഈ ഇക്ബാൽ മുഹമ്മദ് ജാലിയവാല കഴിഞ്ഞിട്ട് പിന്നെ കാന്തപുരത്തിന്റെ പേര് എഴുതി കൊടുത്തു. പിന്നെ അങ്ങോട്ട് എഴുതി കൊടുത്ത ഒക്കെ ഖാദിരിയ തരീഖത്തിലെ മശായിഖന്മാരുടെ പേരാണ്. ഈ സനദ് വന്നപ്പോ നമ്മൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇവരൊക്കെ ചരിത്രത്തിൽ വലിയ പ്രസിദ്ധരായ ആളുകളാണല്ലോ, വലിയ മഹാന്മാരാണല്ലോ, ഇവരുടെ ജീവിത ചരിത്രം ലോകത്ത് ലഭ്യമാണല്ലോ, നെറ്റുകളിൽ പോലുമുള്ള ഗ്രന്ഥങ്ങളിൽ അവരുടെ ജീവിത ചരിത്രം പറയുന്നുണ്ടല്ലോ. അവരൊന്നും എഴുതിയ പുസ്തകങ്ങളിലോ അവരെ കുറിച്ച് മറ്റുള്ളവർ എഴുതിയ പുസ്തകങ്ങളിലോ അവരെ ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിലോ അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു ശേഷിപ്പുണ്ടായിരുന്ന കാര്യം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? അപ്പൊ ആ സനത് പൊട്ടി. ഈ സനത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴാ മറ്റയാള് വന്ന് ആര് ഖസ്റജ്. നിങ്ങൾ മറക്കുമല്ലോ, സമ്മേളനത്തിലെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടോ? എന്നിട്ട് ഇയാൾ വന്നിട്ട് പ്രസംഗം തുടങ്ങി. അനൽവാദി സ്വഹീഹി ഫീ ഖിതാമി വമുഖയ്യദി ഇസ്മി ഹുനാലിക ലിബയാനിഹി വഇലാനി. ഈ പ്രസംഗം നടക്കുമ്പോൾ മറ്റൊരു പരിഭാഷകൻ പേരോട് അയാൾക്കൊരു കഥ ആലോചിച്ചു. വല്ല ആവശ്യമുണ്ടോ ഇതിന്റെ ഒക്കെ? ഉണ്ടോ? മൂപ്പര് സനദില്ലെങ്കിൽ സ്വീകരിക്കൂല ചില ആൾക്കാർ പറയുന്നുണ്ട്. അത് ആൾക്കാരാരാ? നമ്മളാണ്. നമ്മൾ സനദില്ലെങ്കിൽ സ്വീകരിക്കൂല പറഞ്ഞിട്ടുണ്ട്. അതാ സനദില്ലാതെ അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ വായിക്കാൻ പോണു സനദ്. മൂപ്പര് പറഞ്ഞു, എന്റെ പേര് അഹമ്മദ്, എന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ്, അയാളെ വാപ്പാന്റെ പേര് അവറാൻ, അയാളെ വാപ്പാന്റെ പേര് കുഞ്ഞാലി. ഇങ്ങനെ വായിച്ചു. ഖസ്റജ് പേരോട് ഇതാ വായിക്കുന്നു സനദ്. ഒരാള് 33 തെക്കിപ്പേരാണ് സനദ്. ആരെയാണ് ഈ വഞ്ചിക്കണ്? അല്ല കാണുന്നില്ലേ? ഈ തെക്കിബീറെങ്കിലും അല്ല കേൾക്കണില്ലേ? അത്രയെങ്കിലും വിശ്വാസങ്ങൾ വെക്കുന്നു. ഞാൻ ഈ പറയുന്നതും ചിന്തിക്കുന്നതും അള്ളാഹു അറിയും. എന്നെങ്കിലും ഒന്ന് വിശ്വസിക്കും പേരോടെ. എന്നിട്ട് നിങ്ങൾ സംസാരിക്കും. ഇത് അനൽവാദി സ്വഹീഹി ഫീ ഖിതാമി വമുഖയ്യദി ഇസ്മി ഹുനാലിക ലിബയാനിഹി വഇലാനി എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും അറിയില്ലേ ആ വായിക്കാൻ പോണ സനദല്ല? എന്നിട്ട് ഇത്ര അറബി ഭാഷ അറിയാത്ത ആൾക്കാർ പരിഭാഷ കൊടുത്താൻ പോകണം. എനിക്ക് അറിയില്ലേന്ന് പറഞ്ഞാല് നിങ്ങളോട് ആരാണ്ട് കയറാൻ പറഞ്ഞു അല്ലേ? ആരോ കയറിക്കോട്ടെ. ഇത് സനദ് വായിച്ചു, സനദ ന്യായീകരിച്ചു, 3-4 പ്രസംഗം നടത്തി. അപ്പൊ നമ്മൾ അതും പൊളിച്ചു. നമ്മൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ മുടി കളഞ്ഞത് ഹജ്ജത്തുൽ വദാഇന്റെ മുമ്പാന്ന് വെക്കണം. എന്തേന്ന് വെച്ചു. അത് നിങ്ങൾ ഈ ആദ്യം പറഞ്ഞ ആള് ചേരുന്ന ആള് ഉഹദ് യുദ്ധത്തിന് ചെയ്തായിക്കണം. ഒന്നേക മുടി ഉഹദ് യുദ്ധത്തിന് മുമ്പ് കളഞ്ഞു, അല്ലെങ്കിലോ ഇയാൾ ചെയ്തായിട്ടില്ല, രണ്ടിലൊന്ന് തിരുത്തണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഏതിനാണെങ്കിൽ അച്ചടി പശിക്ക് സിറാജിലാണെങ്കിൽ നടുക്കൊരു കോളം, 3-ാം കോളത്തിലെ വാർത്ത ആ സഹാബിയുടെ പേര് തെറ്റായി പ്രസിദ്ധീകരിച്ചാണ് എഴുതി വെച്ചാൽ മതിയോ. പക്ഷെ അത് 1400 കൊല്ലായി പോയി. ഇനി തിരുത്താൻ പറ്റില്ല. തിരുത്താൻ ഒരുപാട് ആൾക്കാർ തിരുത്തണം. കുടുങ്ങിയോ? ഉടനെ മൂപ്പർക്ക് മനസ്സിലായി ഈ റൗണ്ട് ഓടൂല. ഉടനെ മൂപ്പര് കുറ്റിയാടി യോഗം കൂടി നസബയാണ്. ഞാൻ പറഞ്ഞ തറവാടിന്റെ പേരാണ്. അതിന് സനദ് എന്താ പറയാ? നിങ്ങൾ ചിന്തിച്ചു. ഇന്നും പറയുന്ന സനദ് ഉണ്ട്. എവിടെ സനദ്?
സനതുണ്ട് കിട്ടണ്ടേ? ഇപ്പോഴും ഭയങ്കര വൈദികതയാണ് ആ പ്രസംഗത്തിൽ കാണുന്നത്. നിങ്ങൾ കേട്ടോളൂ, എല്ലാവരും ഓരോ കാസറ്റ് വാങ്ങണട്ടോ. SSF വിതരണം ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട്. കിട്ടാവുന്നിടത്തോളം കാസറ്റുകൾ എല്ലാവരും ഓരോന്ന് വാങ്ങി കേൾക്കണം. ആരുടെ കേൾക്കണം? പേരോടിന്റെ എന്തായാലും കേൾക്കണം, പൊന്മളന്റെ കേൾക്കണം, ചെറിയേപ്പിന്റെ കേൾക്കണം, പിന്നെ എന്റെ പഴയ ഉസ്താദിന്റെ എന്തായാലും കേൾക്കണം. അത് കേട്ട പിന്നെ മറുപടി ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ നമുക്ക് തൊഴിൽ കുറയും. ആദ്യം പറഞ്ഞു എങ്ങനെ ഇത് പിന്നെ സനതുള്ളതാണ്, പേരോട് പിന്നെയും പറഞ്ഞു സനതുണ്ട്. പക്ഷെ പൊന്മള പറഞ്ഞത് അലാമാക്കീലന്റെ തെളിവാണ്. പൊന്മള പറഞ്ഞ എന്താണ് അലാമാക്കീലന്റെ തെളിവാണ്. പിന്നെ ചെറിയേപ്പ് പറഞ്ഞു എന്താണ് അലാമാക്കീലന്റെ തെളിവാണ്. അലാമാക്കീല മനസ്സിലായില്ലേ? മറന്നോ? ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്, അതിന്റെ തെളിവാണ് ഓരോ രണ്ടാളും പറയുന്നത്. മറ്റാളോ സനതുള്ളിന്റെ തെളിവാ പറയണേ. നിങ്ങൾ ഒന്ന് യോഗം കൂടി തീരുമാനിക്കും നിങ്ങളുടെ സാധനം എന്താണെന്ന്. ഒന്ന് തീരുമാനിച്ചാൽ ഇനി ചാൻസ് തരാം. അലാമാക്കയിലാണെങ്കിൽ അതിന്റെ മസല പറഞ്ഞുതരാം. അലാമാക്കയിലാണ് അങ്ങനെ ആയിക്കോട്ടെ, സനദിലാണ് അങ്ങനെ ആയിക്കോട്ടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചാളി. എന്നിട്ട് മഹാന്മാരായ ഇമാമിയങ്ങളെ കിതാബ് അങ്ങോട്ട് ഓതിയിട്ടാണ്ട് വർപ്പിക്കണം. ഈ തട്ടിപ്പ് അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രസംഗമാണ്. ഇനി ഞങ്ങൾ പരിപാടി നിർത്തി. ഞങ്ങൾ ഇത്ര കാലം പ്രസംഗിച്ച എന്തിനാണ്? ഈ അവറ്റങ്ങളൊന്നും പുറത്തു കയറാനാണ്. ഇതാ നടന്നിട്ടിയാ മതി. ഞാൻ ആൾക്കാരെ വെള്ളം കുടിക്കാൻ നിർത്തും. ഈ ജിഷാനെ പോലെ അങ്ങനെ എത്ര ആൾക്കാരുണ്ട്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉള്ളിലൊന്ന് പറയുന്നു, പുറത്തു വേറൊന്ന് പറയുന്നു. എന്നാ ഞങ്ങൾ വാദിച്ചത് തിരിയുണ്ടെങ്കിൽ എങ്ങനെ സ്വന്തം കുട്ടികളോടും മക്കളോടും വെള്ളം ശരിയല്ല, മുടി ശരിയല്ല എന്ന് പറയുന്നു. അങ്ങനെ തെളിവ് നമ്മളെടുത്തിട്ടുണ്ട്. ഈ ടീമിന്റെ ഒരു പേരാണ് അലാമാക്കീല. എന്താണ് അലാമാക്കീല? മറ്റയാള് പറയണത് സനതുണ്ട്, ഉറപ്പായിട്ടും സനതുണ്ട്, ഉണ്ട് അബുസ്മാൻ രോഗിന്റെ അതിൽ. ഇയാള് പറയാണ് അലാമാക്കീല. എന്താ ഒലക്കും പാന്തി വെച്ച കളി? അതിന്റെ നടുക്ക് നിന്നിട്ട് മൂപ്പരാണ് അത് കോൺഗ്രസ്സുകാരന്റെ അനന്തര കൈഫ. പണ്ടൊരു കോൺഗ്രസ് അനന്തര കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നിങ്ങളെല്ലാവരും കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്യണം. ആൾക്കാർ വെച്ച് എന്താ അനന്തര കൈഫയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം? ഇയാൾ പറഞ്ഞു ഞാനൊരു മുസ്ലിം അല്ലേ, ഖുർആൻ ബർക്കത്തിന് വേണ്ടി ഓതിയതാണ്, കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്യണം. ഞാൻ വേറെ പറഞ്ഞാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആണ് ഏത്? ഏതാ ഷായറുള്ള? പേരോട് പറഞ്ഞ കൂട്ടത്തിലുള്ള സനദുള്ള മുടിയാണോ അല്ല അലാമാക്കയിലാണോ? ഏതാ ഷായറുള്ളേക്ക് ചേർത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത്തരത്തിൽ തന്ത്രപരമായ ഒരു കളി, ഒന്നും പറയാനില്ലാത്തവന്റെ കളി. എന്തിനാപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ, എന്താ എന്നാ പിന്നെ അവർക്ക് മിണ്ടാതിരുന്നാ പോരേനോ അല്ലേ? ചിന്തിക്കില്ലേ? ഈ പരിപാടിക്ക് വെറുതെ പോലെ അടിച്ചു കൊണ്ടുവന്നാ പ്രസംഗിച്ചേ പറ്റൂ പറഞ്ഞിട്ട് ആണോ? ആണ്. ആര്? ഞാൻ പണ്ട് സ്ഥലല്ലേ, അവിടെ കുറെ ആൾക്കാരെ നമ്മളെ പരിചയക്കാരുണ്ടല്ലോ. അമിത് ഫൈസിന്റെ പ്രസംഗം നടത്തിയിട്ട് മറുപടി പറയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രകടനം നടത്തി കളിയാണ്. ആരോട്? SSF അതിന്റെ അനേകളുടെ പഴയ കാലത്ത് ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്ന SSF ഉണ്ട്. ഈ പുതിയ ജനറേഷനിൽ അറിയില്ലാതുള്ളൂ. പലർക്കും കുടുംബപരമായ പ്രശ്നമുള്ളതുകൊണ്ടും ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, സജീവമായി പ്രവർത്തിച്ചിരുന്ന നമ്മളെ കാലഘട്ടത്തിലുള്ള പലരും ഒന്നിനുമില്ല. എന്തേ ഉണ്ടോ? അവരൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ തയ്യാറല്ല, പുതിയൊരു രംഗത്ത് വരാൻ തയ്യാറല്ല, അവരൊരു സമവാക്യത്തിന് മാറ്റില്ല. അവരായിട്ടുള്ള കുട്ടികളെയും മക്കളെയും പോയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് ഒന്നിനുമില്ല. അവർ ഷാഫി മദ്ഹബ് അനുസരിച്ച് കുട്ടികളെ പള്ളിയിൽ വരുന്നു, നിസ്കരിക്കണു, കുട്ടികളെ പോയിട്ട് നിർത്തുന്നു. ഈ തർക്കങ്ങൾക്ക് ഒന്നുമില്ലാത്ത എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെയുണ്ട്, കണന്തോടുണ്ട്, ലിസ്റ്റിനിക്കറിയാം. ഇപ്പോഴും നമ്മളിത് ബന്ധമുള്ള പേരോട് വേണമെങ്കിൽ എന്റെ മുരീദാന്ന് പറയട്ടോ, തകരാറില്ല. അയാൾ എന്റെ തെർബിയത്തിൽ കുറച്ച് ജീവിക്കാനെങ്കിൽ ഈ നുണർച്ച നിൽക്കുന്നു എന്റെ അഭിപ്രായം. ആര്? പേരോടെ. ചുരുക്കി പറഞ്ഞാല് എന്താ നടന്നത്? പൂനൂർ SSF ഇറങ്ങി കൂടിയിട്ട് മറുപടി പറയാൻ വേണ്ടി പ്രകടനം. എന്താ പറഞ്ഞേ? മറുപടി പറയാൻ വേണ്ടി പ്രകടനം. നിങ്ങൾ മറുപടി പറഞ്ഞതിൽ പ്രശ്നമാവുന്നിട്ട് 100-300 ആളൊരു പ്രകടനം നടത്തി. അപ്പം പൾസേപ്പിക്കാൻ മനസ്സിലായി എന്ത്? മറുപടി എന്ന പേരിൽ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടിയില്ലെങ്കിൽ നാട്ടിൽ നിൽക്കളില്ല. തിരിയണ്ടല്ലോ, മനസ്സിലായിട്ടല്ലോ? അതിനു വേണ്ടി തട്ടിക്കൂട്ടി പറഞ്ഞ കളിയാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് വരുത്തി തീർക്കാനാണ്. അതിന് കുറച്ചൊക്കെ എന്നെ ചെയ്ത് പറഞ്ഞിട്ട് കേസിലാണ്, കേസിലായിക്കോട്ടെ. തിരിയണ്ടോ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന മസാലപരമായ വിഷയം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയേണ്ടത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തൊരു കാര്യം പറയേണ്ടത് എങ്ങനെ? സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ മിൻ അഹദിൽ കാദിബീൻ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ, എന്നെ സംബന്ധിച്ച് ഒരാൾ ഒരു വർത്തമാനം പറഞ്ഞു, യുറാ അന്നഹു കദിബുൻ, അത് ശരിയാണെന്ന് ഉറപ്പില്ല. എന്താ പറയണത്? ശരിയാണെന്ന് ഉറപ്പില്ല. ശരിയാണെന്ന് ഉറപ്പില്ലാത്ത, ശരിയല്ലാത്തത് ശരിയാണെന്ന് ഉറപ്പില്ലാത്ത, രണ്ടും വ്യത്യാസട്ടോ. മനസ്സിലായില്ലേ? ശരിയാണെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം എന്നെ സംബന്ധിച്ച് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഫഹുവ മിൻ അഹദിൽ കാദിബീൻ, എന്നെ സംബന്ധിച്ച് കള്ളത്തരം പറഞ്ഞ ആളുകളെ കൂട്ടത്തിൽ ഒരാൾ അവനാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞു എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം പറയാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ കളവ് പറയലാണ്. ഇതുകൊണ്ടാണ് ഒരുപാട് ഹദീസുകളെ മഹാന്മാരായ അഇമ്മത്ത് ഒഴിവാക്കിയത്. ഇമാം തിർമിദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ തുടങ്ങി ഇമാം അഹ്മദ്, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അവർ കേട്ടത് മുഴുവനും അവരെ കിതാബിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താ കാരണം? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ തെളിവ് അവർക്ക് ആകാത്തത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് ചില ആളുകൾ നിസ്കരിക്കുന്നത് കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, എന്താണ് ആ നിസ്കാരം അവിടെ നിർവഹിക്കപ്പെടാനുള്ള കാരണം? എന്താണ് ആളുകൾ ആ ഈത്തപ്പന മരത്തിന്റെ ചുറ്റും നിൽക്കാനുള്ള കാരണം? അപ്പോൾ ആളുകൾ പറഞ്ഞു, ഈ സ്ഥലത്ത് വെച്ചാണ് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈഅത്ത് ചെയ്തത്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ തഹ്തശ് ശജറ എന്ന് പറയുന്ന മരം ഇതാണ് എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരന്മാരെ, അക്കാലത്ത് ഇസ്ലാമിക സൈന്യത്തിൽ മെമ്പറാണ് ഞാൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല. നബി തങ്ങൾ ഏതോ ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ടുണ്ടെന്നല്ലാതെ, ഏതോ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ടുണ്ടെന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന മരം ഇന്നതാണെന്ന് ഞങ്ങൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന മരം ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഏത് മരത്തിലാണ് ഇരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ടോ ആ തോട്ടത്തിലുള്ള മുഴുവൻ മരങ്ങളും മുറിച്ചു കളയാൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. കാരണം അവിടുത്തെ ശ്രേഷ്ഠമാക്കപ്പെട്ട ചരിത്രത്തിലേക്ക് അവിടുത്തേതല്ലാത്ത ഒന്നും ചേർക്കപ്പെടാൻ പാടില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നിർബന്ധമുണ്ട്. ആ നിർബന്ധം നാളിതുവരെയുള്ള മുസ്ലിം ഉമ്മത്തിനൊക്കെയുമുണ്ട്. അവിടെ വിട്ടുവീഴ്ചയുടെ ഭാഷ പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കാൻ, ഒരു വസ്തുവിനെ മുത്തുനബിയിലേക്ക് ചേർക്കാൻ ഒരുപാട് സൂക്ഷ്മത ആവശ്യമാണ്. അതെന്താ? അത് പറയാനുള്ള കാരണം, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹീഹായ ഹദീസാണ്, അത് നിഷേധിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ, ഒരു മനുഷ്യൻ കള്ളം പറഞ്ഞവനാകാൻ മതി, അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, അയാൾ കേട്ടത് മുഴുവൻ പറഞ്ഞാൽ മതി. അയാൾ കാര്യമായിട്ട് പറഞ്ഞോ, ജിഷാനെ കൊണ്ട് ഇതൊക്കെ പുറത്താക്കിച്ച ഞാനാണ്, ഒരു റൗണ്ടാണ്ട് ഓടട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ആരാ കേസറ്റ് തന്നത്, അതിനും രേഖ ഉണ്ട്. ഒരു റൗണ്ടാണ്ട് ഓടട്ടെ, നിങ്ങളൊക്കെ നമ്മക്കാരെങ്ങനെ എത്ര വലിയ വളവന്മാരാണ്, നിങ്ങൾ എങ്ങനെ കുടുങ്ങാൻ നമ്മൾ പറഞ്ഞാലല്ലോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു മുഅ്മിൻ അയാളെ പറ്റി ഇല്ലാത്ത മറ്റൊരാൾ പറഞ്ഞാൽ നിഷേധിക്കണം. ആ നിലക്ക് ഞാൻ പറയുന്നുണ്ട്, ഞാനല്ല ചെയ്ത്, ജിഷാൻ എനിക്ക് തന്നിട്ടില്ല. പിന്നെ ജിഷാനെ കൊണ്ട് അത് പറയിപ്പിക്കാൻ സാധിക്കല ആകാർക്ക, അയാൾ പറയിപ്പിച്ചു. എന്നിട്ട് അതിങ്ങനെ കാന്തപുരം ഗ്രൂപ്പിലെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ട് പൊന്മളക്കെതിരായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ പൊന്മളനെ പുറത്താക്കണം, പേരോടനെ നിയന്ത്രിക്കണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി
ഒരു കേന്ദ്രം അത് ഓർഡർ ചെയ്യുകയും അങ്ങനെ ജിഷാനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യാണ്. അല്ല ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളൊന്നല്ല ജിഷാൻ. ഏതായാലും പേരോട് ഹദീസ് ഓതിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന അയാളുടെ പേരാണ്. ആരോ പറഞ്ഞു കൊടുത്തിട്ട് അയാൾ പറയും ചെയ്യും. ഏത് കഫാബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടത് മുഴുവൻ പറയുന്ന ഒരാള് അയാള് കള്ളത്തരം പറയുന്നവനാണ്. എന്നിട്ട് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലെ ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ വളരെ വിശദീകരിച്ചു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ഫീഹി സജറു അനിത്തഹദീസി ബികുല്ലി മാ സമിഅ. ഈ പറയപ്പെട്ട ഹദീസിൽ കേട്ടത് മുഴുവൻ പറയുന്നതിനെ വിരോധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, കേട്ടത് മുഴുവൻ പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു ലാ യകൂനു ഇമാമൻ അബദാ. ഒരിക്കലും അയാളെ ഇമാമാക്കാൻ പറ്റൂല. കേട്ടത് മുഴുവൻ പറയണവന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. കേട്ടോ, ഇത് കള്ളത്തരം പറയല. അപ്പൊ ഒരാള് മുടിയാണ് എന്ന് പറയുമ്പോ മുടിയാണ് എന്ന് പറയല് കള്ളം പറയലാണ്. കാന്തപുരം പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് ആ കേട്ടത് മുഴുവൻ അതേമാതിരി തെളിവ് പരിശോധിക്കാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞവരൊക്കെ കള്ളത്തരം പറഞ്ഞവരാണ്. സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് കള്ളത്തരം പറഞ്ഞവരാണ്. നേരത്തെ അബ്ദുൽ ബാരി മുസ്ലിയാർ പറഞ്ഞതുപോലെ ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ കളവ് പറഞ്ഞാൽ അതിന് 3 മസ്അലയാണ്. നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞതാണെന്ന് ഉറപ്പില്ലാത്ത, അവിടുന്ന് ചെയ്തതാണെന്ന് ഉറപ്പില്ലാത്ത, അവിടുത്തേതാണെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യം പറയൽ എന്താണ്? നബി തങ്ങളെ തൊട്ട് കദിബ് പറയലാണ്. അത് നിങ്ങൾക്ക് ഉറപ്പായില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായി? കഫാബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് കേട്ടത് മുഴുവൻ പറയുക എന്നത് കള്ളം പറയലാണ്. ഈ കള്ളത്തരം പറയുന്നതിന്റെ വിധി എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് മസ്അലകൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിൽപ്പെട്ട ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു വളരെ പ്രമുഖനായ പണ്ഡിതനാണ്. ഇമാമുൽ ഹറമൈൻ ശാഫിഈ മദ്ഹബിലെ അസ്ഹാബുകളിൽപ്പെട്ട വളരെ പ്രമുഖനായ മനുഷ്യനാണ്. അവിടുത്തെ മസ്അലകൾ എല്ലാ കിതാബിലും കാണാം. ഖാല ഇമാമുൽ ഹറമൈൻ എന്ന് പറഞ്ഞാൽ അത് വളരെ സ്വീകാര്യമായ മസ്അലയാണ്. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ വാലിദിനെ, അവിടുത്തെ പിതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഒരാൾ കരുതി കൂട്ടി കള്ളത്തരം പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പാവപ്പെട്ട ഞങ്ങളുടെ അഭിപ്രായമല്ല, ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാമിന്റെ വേഷം ധരിക്കുന്ന, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, മുത്തുനബിയെ അംഗീകരിക്കുന്ന, ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്ന പാവപ്പെട്ട സമുദായത്തിന്റെ ഈമാൻ സംരക്ഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇതിന്റെ പേരിൽ എന്താക്ഷേപം കേൾക്കുന്നതും നിങ്ങളെന്ത് നിലപാട് സ്വീകരിക്കുന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമല്ല. നിങ്ങൾ എത്ര വിമർശിച്ചാലും ശരി, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏതൊക്കെ ഫത്വ വായിച്ചാലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഞങ്ങളെ സമുദായത്തിന്റെ ഈമാനാണ് കേട്ടോ. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരാൾ കരുതി കൂട്ടി കള്ളത്തരം പറയല് ഹറാമാണ് എന്നല്ല, കുഫ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞോ? എന്നാൽ ഈ മസ്അല ശാഫിഈ മദ്ഹബിൽ മുഅ്തമദല്ല. നാളെ ആദ്യം പറഞ്ഞ ഭാഗം കട്ട് ചെയ്ത് കാണി എന്ത് പറഞ്ഞാലും ശരി, ഇമാമുൽ ഹറമൈനിയെ തൊട്ട് അവിടുത്തെ പിതാവ്, ഇമാമുൽ ഹറമൈനി പിതാവിനെ ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഇമാമുൽ ഹറമൈനിയുടെ മസ്അലയോ ഇമാമുൽ ഹറമൈനി പറയുന്നത് ശാഫിഈ മദ്ഹബിലെ മുഅ്തമദായ മസ്അല പ്രകാരം ഒരു മനുഷ്യൻ കരുതി കൂട്ടി
ഒരു മനുഷ്യൻ കരുതി കൂട്ടി അത് ഹറാമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ കളവ് പറയൽ ഫിസ്ഖാണ്, പറഞ്ഞവൻ ഫാസിഖാണ്. തിരിഞ്ഞില്ല. കളവ് പറയൽ ഹറാമാണെന്ന് ഉറപ്പ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് കരുതി കൂട്ടി കളവ് പറയുമ്പോൾ ആ കളവ് പറയൽ ഹറാമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടൊരാൾ കള്ളത്തരം പറഞ്ഞാൽ ഫിസ്ഖാണ്. ഫാസിഖായാലോ ലാഹിറായ ഫിസ്ഖ് കൊണ്ട് ഷഹാദത്തിനുള്ള യോഗ്യത നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് അവൻ ഖാദിയാകാൻ പറ്റൂല, പിന്നീട് അവൻ ഇമാമാകാൻ പറ്റൂല, പിന്നീട് അവൻ നിക്കാഹിന് പോലും സാക്ഷിയായി പരിഗണിക്കപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നേരിട്ട് കള്ളത്തരം പറയുന്ന ഒരാൾ അത് ഹറാമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ പോലും, ഹറാമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ പോലും അയാളെ സാക്ഷിയായി അംഗീകരിക്കാൻ പറ്റൂല. തിരിയുണ്ടോ? ഈ അർത്ഥത്തില് പൊന്മള പറയണപ്പോ എന്താ ഫോണില് നേരിട്ട് പറഞ്ഞ പോട്ടല്ലേ, അയാൾ ഉള്ളിലൊന്നും പുറത്തൊന്നും പറയണു. അല്ലാഹു തആല ഒരു ഖുദ്റത്ത് നോക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അമാനുഷികതയാണ്. ഉള്ളിലൊന്നും പുറത്തൊന്നും പറയണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മൂപ്പരെ തെളിയിച്ചു. ഉള്ളിലൂടെ കുടിക്കണ്ട, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയാം. പുറത്തു കൂടി മൂപ്പര് പൂലിൽ വന്നിട്ട് എനിക്ക് ഉസ്തായിട്ട് 40 പാക്കണ്ട് ഒറിജിനലാണ് നമ്മൾ വാദിച്ച് തെളി നോക്കിങ്ങള്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ അങ്ങനെ പറഞ്ഞു ഇയാൾ പുറത്ത് കുടിക്കണ്ട പറയേണ്ടത് നമ്മൾ പറഞ്ഞോ? ഇല്ല, നമ്മൾ പറഞ്ഞു അയാൾ ഉള്ളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് കുടിക്കണ്ട, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അതിന് തെളിവില്ല എന്ന് അയാൾ ഉള്ളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പുറത്ത് അയാൾ മറ്റു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഉള്ളിലൂടെ പ്രചരിപ്പിക്കണ കാസറ്റ് നമുക്ക് കിട്ടിയിരുന്നു. പുറത്ത് അയാളെ അനുകൂലിച്ച് വേദന ഒരു കാസറ്റും കിട്ടിയില്ലല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പൂനൂർ വന്നിട്ട് അയാൾ അനുകൂലിച്ചാണ് പ്രസംഗിച്ചത്. ഇപ്പൊ എന്തായി? നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റിലാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിടൂ? ഈ സംഘടനയുടെ അപ്പുറം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അള്ളാഹിന്റെ ഹബീബിനെ അള്ളാഹു സംരക്ഷിച്ചത് പറഞ്ഞില്ലേ, ഒറ്റപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവാണ് സംരക്ഷിച്ചത്. അവിടുത്തെ പറ്റി ഒരു കള്ളത്തരം ഒരാൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കള്ളത്തരമാണെന്ന് തെളിയിക്കാൻ പാവപ്പെട്ട ഇസ്മാഈലിന്റെ പ്രസംഗം ആവശ്യമില്ല. അത് തെളിയിക്കുന്ന രേഖകള് പറയുന്നവരിലൂടെ പുറത്തു കൊണ്ടുവരിക എന്ന സുന്നത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ നിലവിലുണ്ട് കേട്ടോ. ഈ പദ്ധതി മുഅ്മിനീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതിന്റെ ഗൂഢപദ്ധതി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര പൊരുത്തക്കേടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും ഒരാൾക്ക് വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ പിൻപറ്റരുത് കേട്ടോ. വലിയ അപകടമാണ്. അല്ല, സംഘടനക്ക് വേണ്ടി നബിതങ്ങളുടെ പേരിൽ കളവ് പറയാമെന്നാണോ വാദം? അങ്ങനെ കളവ് പറയൽ ഹലാലാണോ എന്നാണോ വാദം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ പാവപ്പെട്ട സഹോദരന്മാര് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് കരുതി കൂട്ടി ഒരു കള്ളത്തരം പറയൽ ഹലാലാണെന്നൊരുത്തൻ വിശ്വസിച്ചാൽ അത് സംഘടനയുടെ പേരിലായാലും അഭിമാനത്തിന്റെ പേരിലായാലും തറവാടിന്റെ പേരിലായാലും അംഗീകാരത്തിന്റെ പേരിലായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളത്തരം പറയൽ ഹലാലാണെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാകും കേട്ടോ. അവൻ ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകും കേട്ടോ. ഇത് പാവപ്പെട്ട എന്റെ അഭിപ്രായമല്ല, നിങ്ങൾ പരിശോധിച്ചോ. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹഫീദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുബിക് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത്തക്ദീബു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅതിഖാദിഹി ഹറാമുൻ എന്ന ഹെഡിംഗില് 100 കണക്കിന് ഫത്വകൾ ലോകത്തുണ്ട്. ഇത് സംഘടനയുടെ പേരിൽ പറയൽ ഹലാലാകുന്നില്ല. അവനവൻ അല്ലാഹു എന്ന ഈമാൻ കളയണ്ട. എടോ, വലിയ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് പോലും അല്ലാഹു ഈമാൻ കൊടുത്തിട്ടില്ല. വലിയ ചിന്തകന്മാരായ ആളുകൾക്ക് പോലും അല്ലാഹു ഈമാൻ കൊടുത്തിട്ടില്ല. പാവപ്പെട്ട നമുക്ക് അല്ലാഹു തന്ന ഈമാൻ അത് നമ്മുടെ അമലിന്റെ ശക്തി കൊണ്ട് കിട്ടിയതല്ല. അത് നമ്മളെ തറവാടിന്റെ മഹത്വം കൊണ്ട്
കിട്ടിയതല്ല, അത് നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ പവർ കൊണ്ട് കിട്ടിയതല്ല, അത് നമ്മുടെ ഇബാദത്തിന്റെ കനം കൊണ്ട് കിട്ടിയതല്ല. ആകാശഭൂമിയുടെ ഉടമസ്ഥനായ റബ്ബ് പാവപ്പെട്ട നമുക്ക് ഔദാര്യമായി തന്നതാണ് ഈമാൻ. ഈ ഈമാൻ വെള്ളത്തിലാക്കരുത് കേട്ടോ, ദൂരപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കരുത് കേട്ടോ. ഭൗതിക ലോകം, അതിലെ പേരും പ്രസിദ്ധിയും സ്ഥാനവും അതിലെ ബന്ധങ്ങളുമെല്ലാം നൈമിഷികമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇത് ഷാഫി മദ്ഹബിലെ മസലയാണ്. ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ആലിമീങ്ങൾ ഈ പറയുന്നതിന് അപകടം നോക്കണം. ഞാൻ ആരും പറയല്ല. എന്നിട്ട് ഈ മുടി കൊണ്ട് കൊണ്ടുവന്നിട്ട് പുതിയൊരു അക്രമം കാട്ടി സുഹൃത്തുക്കളെ, വേദന തോന്നുന്ന അക്രമം, ഇത്ര കാലം ചെയ്യാത്തൊരു അക്രമം, ഇതുവരെ പറയാത്തൊരു അക്രമം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ശആയിറുകളിലേക്ക് ആരുടേതാണെന്നറിയാത്തൊരു മുടിയെ ചേർത്ത് പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല പാവപ്പെട്ട നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താണ് അല്ലാഹുവിന്റെ ശായിറുകൾ? അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ ശായിറുകളാണ്. അല്ലാഹുവിന്റെ മസാജിദുകൾ ശായിറുകളാണ്. അല്ലാഹു ഉണ്ടെന്നതിന്റെ അടയാളങ്ങളാണ് ശായിറുകൾ. അതിനെ ബഹുമാനിക്കുന്നത് ഖൽബിന്റെ തഖ്വയാണ്. വമൻ യുഅല്ലിം ശായിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ ശായിറിനെ ബഹുമാനിച്ചാൽ അത് ഖൽബിന്റെ തഖ്വയാണെന്ന് ഖുർആൻ പറഞ്ഞു. നോക്ക്, ഇതൊക്കെ ചേർത്തി ആരുടേതാണെന്ന് അറിയാത്തൊരു മുടി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അയാളെ പൂനൂര് പ്രസംഗത്തിന് എവിടുന്ന് കിട്ടിയെന്ന് അയാൾക്ക് ഉറപ്പില്ലാത്ത മുടി, ആരുടേതാന്ന് ഉറപ്പില്ലാത്തൊരു മുടി കാണിച്ചിട്ട് സമൂഹത്തോട് അയാൾ പറയാണ്, അള്ളിമൂ ശായിറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ശായിറുകളെ ബഹുമാനിക്കണം. വമൻ യുഅല്ലിം ശായിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന ആയത്തിന് തെളിവായിട്ട് ഉദ്ധരിച്ചപ്പോ പാവപ്പെട്ട ഞാൻ വല്ലാതെ ഞെടുങ്ങിപ്പോയി. സഹോദരന്മാരെ, ഇൽമുള്ള മറുപക്ഷത്തുള്ള ആളുകൾ ചിന്തിച്ചോട്ടെ, ഈമാനുള്ള സഹോദരന്മാർ ചിന്തിച്ചോട്ടെ. മറുപക്ഷത്തും കുറെ മുതഅല്ലിമീങ്ങളുണ്ടല്ലോ, അവരും ചിന്തിച്ചു കൊള്ളട്ടെ. എങ്ങനെയാണ് ഒരു വസ്തു അല്ലാഹുവിന്റെ ശായിറാവുക? ഈ പറയപ്പെട്ട ആയത്തിനെ ആളില്ലാത്ത മുടിക്ക് തെളിവായി ഓതിയ മനുഷ്യർ എന്തുമാത്രം കടുത്ത മനസ്സാണ് സ്വീകരിച്ചിട്ടുള്ളത്, എന്തുമാത്രം അപകടകരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ നിങ്ങളുടെ ഭാഷ സ്വീകരിക്കുന്നില്ല, നിങ്ങളെപ്പോലെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നില്ല, നിങ്ങളെപ്പോലെ തെറി പറയാൻ ശ്രമിക്കുന്നില്ല, നിങ്ങളെപ്പോലെ രാഷ്ട്രീയവും ഞങ്ങൾക്ക് വേണ്ട, വലിയ വലിയ കൊട്ടാരങ്ങളും വേണ്ട. ഖബറിൽ ചെരിഞ്ഞു കിടക്കുന്ന സമയം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഫോട്ടോ കാണുമ്പോൾ പാവപ്പെട്ട ഞങ്ങളോട് മലക്ക് ചോദിക്കും, മാദാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ഹബീബാണ്, അതെന്റെ നേതാവാണ്, അതെന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് സാധിക്കണം. അതിലപ്പുറം വ്യാമോഹങ്ങളൊന്നുമില്ല. ഈ പാവപ്പെട്ട ഞങ്ങളെ അംഗീകരിക്കുന്ന, പാവപ്പെട്ട ഞങ്ങളുടെ പ്രഭാഷണം ശ്രവിക്കുന്ന, ഞങ്ങളുടെ നസീഹത്ത് ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങൾക്കും സാധിക്കണം. ആളുകൾ എന്തായി പറയുന്നത്? അയാൾ വന്ന് പ്രസംഗിക്കാണ്, എങ്ങനെ പറയാ, എന്താ അത് പറയാ, ഞങ്ങൾക്ക് വിട്ടുതരാൻ ഭയം തോന്നുന്നു. ഈ ആലിമീങ്ങളുടെ പ്രവർത്തനത്തിൽ ഭയം തോന്നുന്നു. എവിടേക്ക് ആരെ ഇമാം വെച്ചായി കളിക്കണേ? ആലോചിച്ചു. അതിന്റെ മുമ്പ് പറഞ്ഞ ആളെ അനാമാക്കയിലെ, അയാൾ മുമ്പ് പറഞ്ഞ ആളും കൂടി സംഭവം എന്താ പറയണത്? പൊന്മളിയും പറയണ അനാമാക്കയില, മൊമൂലരും പറയണ അനാമാക്കയില. ഇയാൾ ഓതി അയച്ചു അള്ളാഹുവിന്റെ ശായറിൽ പെട്ടതാണ് ആ മുടി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെ വലിയ അപകടമാണ്. നേതാവിന് പഴിച്ചിട്ടുണ്ടോ നോക്കണം, ഞങ്ങൾ പറയുന്നത് ശരിയാണോ നോക്കണം. നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു ഗവേഷണം നടത്തണം. ആ വികാരാണ് വിട്ടേക്ക്. ഏത് ചില ആളുകളോടുള്ള അമിതമായ സ്നേഹം വലിയ അപകടത്തിലെത്തിക്കും. അള്ളാന്റെ ഖുർആനിനെ ശരിയല്ലാത്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ, ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹറബ് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന്റെ മുൻപ് പരിചയപ്പെടുത്തിയ ഖുബൈബ് ഇബ്നു അദിയിന്റെ നിങ്ങൾ 2.5 മീറ്റർ നീളമുള്ള മുടി കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ്. ആര്? എപി എന്താ പറഞ്ഞ നീളം, എന്താ പറയാ,
സുഹൃത്തുക്കളെ, ഇന്ന് നെറ്റുകളുള്ള കാലല്ലേ, ഒന്ന് പരിശോധിച്ചോ. ചില ജീനുകൾ മരണപ്പെട്ടാലും കോശങ്ങൾ മരിക്കൂല, അതിന്റെ ഒക്കെ മുടി നീളും. അതൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ട ഒരു ഖുസൂസിയത്തല്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം ശറഫാക്കപ്പെട്ട ഖുസൂസിയത്തല്ലല്ലോ ഇത്. എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ചില ജീനുകളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലി അതല്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ 3 തരം ഹദീസ് ഉദ്ധരിച്ചു. ഒന്ന്, ചെവിയോളം എത്തിയ ഹദീസ്, ശ്രദ്ധിക്കണില്ലേ? 2, ചെവിക്കുന്നിയോളം വന്ന ഹദീസ്. 3, പെരടിയിൽ തട്ടുന്ന ഹദീസ്. ഇങ്ങനെ 3 സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടു. സ്വഹീഹ് മുസ്ലിമിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഖ്തലിഫു ബി ഇഖ്തിലാഫി അഹ്വാലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നതനുസരിച്ച് ഈ റാവിയിൽ റിവായത്തിൽ വ്യത്യാസമുണ്ട്. വെട്ടിയ ഉടനെ കണ്ട സഹാബി ചെവിയോളം എന്ന് പറഞ്ഞു. കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ട് കണ്ടൊരാൾ ചെവിക്കുന്നിയോളം എന്ന് പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞിട്ട് ഇദാ ഗഫല അനി തഖ്സീർ, തീരെ വെട്ടാതിരുന്നാൽ യദ്രിബു മൻകിബിഹി, അവിടുത്തെ മുടി പെരടിയിൽ തട്ടും. തീരെ വെട്ടാതിരുന്നാൽ സമായുൽ ശരീഫിൽ വിശദീകരിച്ചു, യഅനി യഖഫു അലാ ദാലികൽ ഹദ്ദി കമാ യഖഉ ഫീ ഹഖ്ഖി കുല്ലി ഇൻസാനിൻ അലാ ഹദ്ദിൻ. എല്ലാ മനുഷ്യന്മാരും മുടി വെട്ടാതിരുന്നാൽ അതങ്ങട്ട് കിലോമീറ്ററോളം നീളൂല, അപങ്കുരം നീളൂല. എല്ലാ മനുഷ്യരുടെയും മുടിയുടെ വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയുടെ വളർച്ചയുടെ പരിധി പെരടിയിൽ തട്ടുന്നത് വരെയാണെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് ഇമാം താജുദ്ദീൻ സുബ്കി തങ്ങൾ പറഞ്ഞു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ശിഫായിലെ മുസന്നിഫ് ഇമാം ഫുളൈൽ ഇബ്നു ഗിയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പാവപ്പെട്ട ഞങ്ങൾ അത് സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങളെ നേതാവിന്റെ മുടി അങ്ങനെ നീളൂല. പിന്നെ എന്താ പറയണ്ടേ? നീളുന്ന ഒരു ഹദീസ് കൊണ്ടുവാ പെരടിന്റെ അപ്പുറം മുടി നീണ്ടതായി തെളിയിക്കുന്ന ഇല്ല. ഇമാം ശറഫുദ്ദീൻ മുഹമ്മദിനിൽ ബുസ്രി നമ്മളെ ഭാഷ പറഞ്ഞിട്ടുണ്ട്, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹസിനിഹി, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹസിനിഹി. സൗന്ദര്യത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പൂർണ്ണതയും കൈവരിച്ചവരാണ്. അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു വസ്തു അല്ലാഹു സൃഷ്ടിച്ചതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതാ നമ്മളെ വിശ്വാസം, നമ്മൾ ഇതേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ സന്ദേശം പ്രചരിപ്പിക്കണം. ഒരുപാട് അപകടകരമായ വസ്തുതയിലേക്കാണ് പരപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന പ്രസംഗത്തിൽ വീണ്ടും അപകടം വന്നു, നേതാബോധി ആയത്തിൽ വീണ്ടും അപകടം വന്നു. ഇത് കേട്ടിട്ടൊന്നും നബിതങ്ങളെ പറ്റി ഇങ്ങനെ പറയരുതേ, അപകടം സംഭവിക്കും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈമാനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ.